الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعاشروهن بالمعروف فإن كرهتموهن وعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. صدق الله مولانا العظيم وصدق وبلغ نبيه الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال سيدنا محمد صلى الله عليه وسلم خياركم خياركم لأهلي إليك يا رب قد وجهت حاجاتي وجئت بابك يا ربي برغباتي أنت العليم بما يجري الضمير به يا عالم الغيب علام الخفيات اقض الحوائج لي ربي فلست أرى سواك يا رب من قال لحاجاتي لا تأخذني بذنب أنت تعرفه واغفر بجودك يا ربي خطيئاتي واغفر بجودك يا ربي خطيئاتي. ആദരണീയനായ പണ്ഡിത സ്നേഹിതൻ അബ്ദുൽ കരീം ദാരിമി അവറുകളെ, ബഹുമാന്യനായ ബസീർ മാസ്റ്റർ, അബുട്ടി ഹാജി, മമ്മൂട്ടി മുസ്ലിയാർ, നല്ലവരായ നാട്ടുകാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, നമ്മുടെ മഹത്തായ പരിപാടിയുടെ 6ാം ദിവസമായ ഇന്ന് നല്ല ഭാര്യ നല്ല ഭർത്താവ് എന്ന വിഷയമാണ് നിങ്ങളോട് സംസാരിക്കേണ്ടത്. ഹക്ക് പോലെ പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വളരെ അനിവാര്യമായ ഒരു വിഷയമാണ് ഇന്നത്തെ വിഷയമെന്ന് നിങ്ങൾക്കറിയാം. നമ്മളൊക്കെ തന്നെ ഭാര്യയും ഭർത്താവുമായി കുടുംബജീവിതം നയിക്കുന്ന ആളുകളാണ്. അതുപോലെ ഒരു വിവാഹ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട്, സന്തോഷകരമായ ഒരു ദാമ്പത്യം സ്വപ്നം കണ്ടുകൊണ്ട് കഴിച്ചുകൂട്ടുന്ന ഒരുപാട് സഹോദരന്മാരും സഹോദരിമാരും നമ്മുടെ മനസ്സിലുണ്ട്, നമ്മുടെ സദസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ പഠിക്കാനും പകർത്തുവാനും ഉതകുന്ന ഒരു വിഷയമാണ് ഇന്ന് തെരഞ്ഞെടുത്തത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുകയും ശ്രദ്ധിച്ചുകൊണ്ട് കാര്യങ്ങൾ കേൾക്കുകയും എന്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുകയും തിരുത്താൻ ശ്രമം നടത്തുകയും ചെയ്യണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നല്ല ഭാര്യ ആരാണെന്ന്, അവൾക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലൂടെ വളരെ വ്യക്തമായ ധാരാളം ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഭാര്യ എങ്ങനെയായിരിക്കണം, അവളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാവണമെന്ന് പ്രതിപാദിക്കുന്നു. ഈ വിഷയം വളരെ ചുരുക്കി ഒരൊറ്റ ദിവസം മാത്രമാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. വളരെ ചുരുക്കി പ്രസക്തമായ ഭാഗം മാത്രമാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ഒരു നല്ല ഭാര്യയുടെ ഒന്നാമത്തെ ലക്ഷണം തന്നെ പറയുന്നത് ഭർത്താവിന് വഴിപ്പെടുന്നവൾ എന്നാണ്. ഭർത്താവിന് വഴിപ്പെടുന്നവൾ എന്നാണ് ഒന്നാമത്തെ ഗുണം തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നത്. സ്വാലിഹത്തായ ഒരു സ്ത്രീയുടെ ലക്ഷണം, സദ്വൃത്തയായ സ്വർഗാവകാശിയായ ഒരു സ്ത്രീയുടെ ഒന്നാമത്തെ ഗുണം തന്നെ അവൾ ഭർത്താവിന് വഴിപ്പെടുന്നവളാവണം എന്നുള്ളതാണ്. ഈ ഒന്നാമത്തെ ഗുണം തന്നെ നമ്മിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പ്രത്യേകിച്ച് എന്റെ സഹോദരിമാര് ആലോചിക്കണം. ആദ്യം നല്ല ഭാര്യ എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെയാണ് വിഷയത്തിലുള്ളത്. പിന്നെയാണ് നല്ല ഭർത്താവ്. നല്ല ഭാര്യയുടെ ഒന്നാമത്തെ ഗുണം ഖാനിതാത്തുൻ ഫസ്വാലിഹാതു ഖാനിതാത്തുൻ. കുടുംബജീവിതം വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എല്ലാ കാര്യങ്ങളും ഖുർആൻ വിശദീകരിച്ചതുപോലെ മനുഷ്യ ജീവിതത്തിന്റെ അനിവാര്യമായ ദാമ്പത്യ ബന്ധത്തെ സംബന്ധിച്ചും പറയാതെ പോയിട്ടില്ല ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിൽ ഫസ്വാലിഹാതു ഖാനിതാത്ത്, സ്വാലിഹത്തായ ഭാര്യ, സ്വാലിഹത്തായ പെണ്ണ്, ഖാനിതാത്തുൻ ഭർത്താവിന് വഴിപ്പെടുന്നവളാണ്. ഒന്നാമത്തെ ഗുണം തന്നെ അതാണ്. കാരണം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്നെ വഴിപ്പെടുന്ന ഒരു ഭാര്യയെ കിട്ടണം എന്നതാണ്. എന്നേക്കാൾ വലിയൊരു ഭാര്യ അതൊരു പുരുഷന് പൊരുത്തപ്പെടാൻ കഴിയില്ല. കാരണം ഒരു പുരുഷന്റെ പ്രകൃതിയും സ്ത്രീയുടെ പ്രകൃതിയും വ്യത്യസ്തമാണ്. ഖുർആൻ തന്നെ അത് പറയുന്നുണ്ട്, അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്. അർരിജാലു പുരുഷന്മാർ, ഖവ്വാമൂന അലൻ നിസാ സ്ത്രീകളുടെ മേൽ കൈകാര്യാധികാരമുള്ളവരാണ്, സ്ത്രീകളെ നിയന്ത്രിക്കേണ്ടവരാണ്. കുടുംബത്തിന്റെ കൈകാര്യാധികാരം അത് പുരുഷന്റെ കൈകളിലാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളുടെ നിയന്ത്രണം, അവരുടെ കടിഞ്ഞാൺ അത് പുരുഷന്റെ കയ്യിലാണ്. എന്തുകൊണ്ട് പുരുഷന്റെ കൈകളിലായി? ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദിൻ, ചിലർക്കില്ലാത്ത ചില സവിശേഷതകൾ മറ്റു ചിലർക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ. അഥവാ സ്ത്രീകൾക്കില്ലാത്ത ചില പ്രത്യേകതകൾ പുരുഷന്മാർക്കുണ്ട്. സ്ത്രീകൾക്കില്ലാത്ത ചില സവിശേഷതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാർക്ക് നൽകി. മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ നിയന്ത്രണം, ഭരണം, അതിനനുയോജ്യമായ പ്രകൃതി പുരുഷന്റേതാണ്. പുരുഷന്റെ കായബലവും അവന്റെ മനോധൈര്യവും ഏത് കഠിനമായ ജോലി ചെയ്യാനുള്ള പക്വതയും പാകതയും ഒക്കെ പുരുഷനാണ്. പ്രകൃതിപരമായി ഭരണം നടത്തുവാനും നിയന്ത്രിക്കുവാനുമുള്ള കഴിവ് പുരുഷനാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ കുടുംബത്തിന്റെ നായകൻ, കൈകാര്യകർത്താവ് ഭർത്താവായിരിക്കും. ഒന്ന്. രണ്ടാമത്തെ കാരണം ഖുർആൻ പറയുന്നത് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, സമ്പത്ത് ചെലവഴിക്കുന്നതും പുരുഷനാണ്. കുടുംബത്തിന് വേണ്ടി സാമ്പത്തികമായ ഉത്തരവാദിത്തങ്ങളൊക്കെ ഇസ്ലാം ഏൽപ്പിക്കുന്നത് പുരുഷനിലാണ്. ഇസ്ലാമിക കാഴ്ചപ്പാട് സാമ്പത്തികമായ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, കുട്ടികളുടെ പഠനകാര്യങ്ങൾ, നാട്ടിലെ പള്ളിയുണ്ടാക്കൽ, മദ്രസയുണ്ടാക്കൽ, പൊതുപ്രവർത്തനങ്ങൾ, ഇതൊക്കെ പുരുഷന്റെ മേലാണ് സാമ്പത്തികമായ ഉത്തരവാദിത്വം ഇസ്ലാം ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കുടുംബത്തിന്റെ നാഥൻ പുരുഷനാവണം എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയും. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പ്രമുഖ പണ്ഡിതന്മാർ അത് അട്ടിമറിക്കരുത്, അട്ടിമറിച്ചാൽ അല്ലാഹുവിന്റെ നിഅമത്തിന്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി കെട്ടവരായി മാറും നിങ്ങൾ. അല്ലാഹു നിങ്ങൾക്ക് ചെയ്തൊരു അനുഗ്രഹമാണ്. കുടുംബത്തിന്റെ ഭരണവും നിയന്ത്രണവും അധികാരവും നിങ്ങളുടെ കയ്യിലായിരിക്കണം. നിങ്ങളത് മുഴുവനും ഭാര്യമാർക്ക് ഏൽപ്പിച്ചു കൊടുക്കരുത്. അത് നിങ്ങളുടെ കുടുംബം തകരാൻ കാരണമായേക്കും.
സമയം പരിമിതമായതുകൊണ്ട് ഉദാഹരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇന്ന് പലപ്പോഴും ചില ഭർത്താക്കന്മാർ സർവ്വകാര്യങ്ങളും ഭാര്യമാരെയാണ് ഏൽപ്പിക്കുക. സർവ്വകാര്യങ്ങളും ഭാര്യമാരെയാണ് ഏൽപ്പിക്കുക. ഒരു പുരുഷൻ ചെയ്യേണ്ട ഭാരം പോലും വീട്ടിൽ ചെയ്യുന്നത് ഭാര്യ. മക്കളെ സ്കൂളിൽ ചേർക്കണം, അതുപോലെ തന്നെ വലിയ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടണം. വളരെ ശ്രമകരമായൊരു കാര്യമാണ്. അതിനുവേണ്ടി ഓടുന്നത് ഭാര്യയാണ്. അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും കറണ്ടിന് പണമടക്കാനും ഫോണിന് പണമടക്കാനും സർവ്വകാര്യങ്ങൾക്കും ഏൽപ്പിക്കപ്പെടുന്നത് ഭാര്യയാണ്. അങ്ങനെ ഒരു പുരുഷൻ നേതൃത്വം നൽകേണ്ട കാര്യങ്ങൾ, അവൻ ഏറ്റെടുക്കേണ്ട കാര്യങ്ങൾ കൂടി സ്ത്രീയുടെ തലയിൽ വെച്ച് കെട്ടി ബലഹീനയായ സ്ത്രീ താങ്ങാനാവാത്ത ഭാരം ഏറ്റുവാങ്ങി മാനസികമായ ആരോഗ്യം നഷ്ടപ്പെട്ട്, ശാരീരികമായ ആരോഗ്യം നഷ്ടപ്പെട്ട് വളരെ ക്ഷീണിതയായും ദുഃഖിതയായും കുടുംബത്തിൽ കാണാൻ കഴിയും. ഒരു സ്ത്രീക്ക് ഏൽപ്പിക്കാൻ പറ്റുന്ന ഭാരം മാത്രമേ അവൾ ഏൽപ്പിക്കാവൂ. പുരുഷൻ ചെയ്യേണ്ട ഭാരങ്ങൾ പുരുഷൻ ചെയ്യണം, അത് അവനേറ്റെടുക്കണം. അതിനുള്ള പക്വത അല്ലാഹു തആല ആണിന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഫസ്വാലിഹാതു ഖാനിതാത്തുൻ. ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് അല്ലാഹു പറയും, കുടുംബത്തിന്റെ നായകൻ പുരുഷനാവണം. ഫസ്വാലിഹാതു ഖാനിതാത്തുൻ. സ്വാലിഹത്തായ സ്ത്രീകൾ അനുസരണമുള്ള സ്ത്രീകളാണ്, ഭർത്താക്കന്മാർക്ക് വഴിപ്പെടുന്ന പെണ്ണാണ്. അപ്പൊ പുരുഷൻ എന്ന് പറയുന്നത് കുടുംബത്തിന്റെ നാഥനും നായകനും, ഭാര്യ എന്ന് പറയുന്നത് അവനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരുത്തിയുമാവണം എന്നാണ് ഖുർആന്റെ കൽപ്പന. പുരുഷന്റെ പ്രകൃതി ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ്. പുരുഷന്റെ മുമ്പിൽ അവനെ വഴിപ്പെട്ട് ജീവിക്കുക എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാനസികാവസ്ഥക്കെതിരല്ല. ഏതൊരു പെണ്ണും കരുത്തനായ ഒരു പുരുഷന്റെ തണലിൽ അവനെ വഴിപ്പെട്ട് അനുസരിച്ച് ജീവിക്കാനാണ് ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ വളരെ അപൂർവം ചില ആണും പെണ്ണുമല്ലാത്ത ജാതി മാത്രമാണ് അടക്കി ഭരിക്കാനും പുരുഷനേക്കാൾ ചങ്കൂറ്റം കാണിച്ചു പോകുന്ന ആളുകളൊക്കെ വളരെ അപൂർവമാണ്. സാധാരണഗതിയിൽ ഒരു പുരുഷനെ, കരുത്തനായ ഒരു പുരുഷന്റെ കീഴിൽ അവൻ അനുസരിച്ച് വഴിപ്പെട്ട് ജീവിക്കാൻ അന്തസ്സുള്ള ഒരു പെണ്ണിനും മടിയുണ്ടാവില്ല. പ്രകൃതിപരമാണ്. അങ്ങനെ ഒന്നാമത്തെ നിയമം തന്നെ, ഒന്നാമത്തെ സ്വാലിഹത്തായ നല്ല ഭാര്യയുടെ ലക്ഷണം തന്നെ ഖുർആൻ പറയുന്നത് ഫസ്വാലിഹാതു ഖാനിതാത്തുൻ. ഭർത്താവിന് വഴിപ്പെടുന്നവർ. പ്രകൃതി അതാണ് ആവശ്യപ്പെടുന്നത്. ഒരു സ്ത്രീ അതാണ് ആഗ്രഹിക്കുന്നത്, ഒരു പുരുഷൻ അതാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ഭദ്രതക്ക് ഒരു നല്ല ഭർത്താവ് അവൻ ആഗ്രഹിക്കുന്നത് എന്നെ വഴിപ്പെടുന്ന ഒരു ഭാര്യയായിരിക്കണം. അതുകൊണ്ട് ഭാര്യക്കുണ്ടാവേണ്ട, നല്ല ഭാര്യക്കുണ്ടാവേണ്ട ഒന്നാമത്തെ ഗുണം ഞാൻ അടിവരയിട്ട് പറയുന്നു, ഭർത്താവിനെ പരിപൂർണമായി അനുസരിക്കുന്നവളാവണം. അള്ളാഹുവിനെ അനുസരിക്കുന്നു നമ്മൾ, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നു നമ്മൾ. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഒക്കെ അനുസരിക്കുന്നത് പോലെ തന്നെ ദീനിനെതിരല്ലാത്ത സർവ്വകാര്യങ്ങളിലും ഒരു ഭർത്താവിന് വഴിപ്പെടാൻ, അനുസരിക്കാൻ ഒരു പെണ്ണ് ബാധ്യസ്ഥയാണ്. തൽക്കാലം ഭർത്താവ് ഒരു കാര്യം പാടില്ലെന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാൻ പാടില്ല, അനുസരിച്ചിരിക്കണം. ഒരു കല്യാണത്തിന് പോകണം, ഭർത്താവിനെന്തോ ചില പ്രശ്നങ്ങളുണ്ട്, ന്യായമായട്ടെ അന്യായമായട്ടെ, അദ്ദേഹം പറഞ്ഞു നീ ആ കല്യാണത്തിന് പങ്കെടുക്കണം. എന്നാൽ ഒരു നല്ല ഭാര്യ പറയേണ്ടത് എന്താണ്? നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒരിക്കലും ഞാൻ പോവില്ല, എന്റെ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടമാണ്. ഇങ്ങനെ നല്ല വാചകം ഭാര്യ പറഞ്ഞാൽ ഒരു പക്ഷേ ഭർത്താവിന്റെ മനസ്സെന്നെ മാറിയേക്കും. നേരെ മറിച്ച് അവിടെ ഞാൻ പോകും, പോയേ പറ്റൂ എന്ന് പറയുന്നത് കുടുംബ കലഹത്തിന്റെ തുടക്കമാണ്. അനുസരണക്കേട്, അച്ചടക്കരാഹിത്യം എത്ര നല്ല കുടുംബത്തിലാണെങ്കിലും ശരി, ആ കുടുംബം നല്ല നിലക്ക് മുന്നോട്ട് പോകില്ല. അവളുടെ സൗന്ദര്യം കൊണ്ടോ, അവളുടെ സമ്പത്ത് കൊണ്ടോ, അവളുടെ തറവാടിത്തം കൊണ്ടോ ഒരിക്കലും ഭർത്താവിന്റെ മനം കവരാൻ കഴിയില്ല. കുടുംബത്തിൽ സമാധാനമുണ്ടാക്കാൻ കഴിയില്ല. നിങ്ങളെ ഓർത്തു നോക്കൂ, എത്ര നല്ല സുന്ദരിയാണെങ്കിലും, എത്ര നല്ല ആരോഗ്യവതിയാണെങ്കിലും, എത്ര നല്ല സമ്പത്തുള്ളവളാണെങ്കിലും നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ വളർത്തുന്ന ജീവിയുടെ വില പോലും നിങ്ങൾ അവൾക്ക് കൽപ്പിക്കില്ല. അനുസരണക്കേട്, പൊരുത്തപ്പെടാൻ കഴിയും. ഒന്നാമത്തെ ഗുണം അനുസരണമാണ്. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതേ ആശയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ധാരാളം ഹദീസുകളുണ്ട്. ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു അറാബി കടന്നു. അറാബി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബി അസ്ലംതു, ഞാൻ മുസ്ലിമായിട്ടുണ്ട്, അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഞാൻ മുസ്ലിമായിട്ടുണ്ട്. ഫഅരിനി ശൈഅൻ അസ്ദാദു ബിഹി യഖീന, മുസ്ലിമായിട്ടുണ്ടെങ്കിലും എന്റെ ഉറപ്പൊന്ന് കൂടണം, അല്ലാഹു ഒരുവനാണെന്നും
മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നുള്ള വിശ്വാസത്തിൽ എനിക്കൊന്ന് ശക്തി കിട്ടണം, യഖീന് കിട്ടണം. അതിനുവേണ്ടി തങ്ങൾ എന്തെങ്കിലും അത്ഭുതം എനിക്ക് കാണിച്ചു തരണം. ഒരു സാധാരണക്കാരനായ അറബി പറഞ്ഞതിൽ അത്ഭുതപ്പെടാനില്ല. ഇബ്രാഹിം നബി വരെ പറഞ്ഞ ഖുർആൻ പറയുന്നു, റബ്ബി കൈഫ, പടച്ച അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, റബ്ബി അരിനീ കൈഫ തുഹ്യിൽ മൗത, അള്ളാഹുവേ നീ എങ്ങനെയാണ് മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുക? അപ്പൊ അള്ളാഹു തആല ചോദിക്കുന്നു, ഇബ്രാഹിമേ അബലൻ തൂമിൻ, നീ മൂമിനായിട്ടില്ലേ? മരിച്ചുപോയവരെ ഞാൻ ജീവിപ്പിക്കും എന്നുള്ളതിൽ എന്താണൊരു ആശങ്ക, എന്താണൊരു സംശയം? അബലൻ തൂമിൻ ഖാല ബലാ വലാകിൻ ലിയത്മഇന്ന ഖൽബി. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മറുപടി പറഞ്ഞു, ബലാ, അതെ എനിക്ക് ഈമാനുണ്ട് റബ്ബേ, പക്ഷേ വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ കൽബിനിക്കൊരു ശാന്തി കിട്ടാനാണ് മരിച്ചുപോയ ആളുകളെ ഹയാത്താക്കുന്നത്. നീ എനിക്ക് ശരിക്കൊന്ന് കാണിച്ചു തന്നാൽ അത് യഖീന് വർദ്ധിക്കാൻ കാരണമാകും, ഉറപ്പ് വർദ്ധിക്കാൻ കാരണമാകും, അത് മനസ്സിനൊരു സമാധാനം കിട്ടുന്ന വഴിയാണ് എന്ന് ഇബ്രാഹിം നബി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു അറാബി പറയുന്നു, മുസ്ലിം ആയിട്ടുണ്ട്, പക്ഷെ എനിക്കൊന്ന് യഖീന് കിട്ടണം, ഉറപ്പ് കിട്ടണം, അതിനെന്തെങ്കിലും വഴി കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറാബിയോട് ചോദിക്കുന്നു, മാ തുരീദ്, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്താ കാണിച്ചു തരേണ്ടത്? അപ്പോഴാക്ക് പെട്ടെന്ന് തോന്നിയത്, മുമ്പിൽ തന്നെ നല്ലൊരു മരമുണ്ട്, നല്ലൊരു മരം. ആ മരത്തെ തങ്ങൾ വിളിക്കണം, വിളിക്കുമ്പോൾ ആ മരം തങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ വരണം എന്നാ ഞാൻ വിശ്വസിക്കും. അതെനിക്ക് വേണ്ടു. വിശ്വാസമുണ്ട്, വിശ്വാസം ഒന്ന് ശക്തിപ്പെടും. ഉടനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മരത്തിനെ മാടി വിളിക്കുന്നു. മരത്തിനെ മാടി വിളിക്കുന്ന സന്ദർഭത്തിൽ ഹദീസിൽ പറയുകയാണ്, നേരെ ശക്തമായി നിൽക്കുന്ന മരം ഒന്ന് വലത്തോട്ടാഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതേ മരം ഒന്നും കൂടി ഇടത്തോട്ടാഞ്ഞു. പിന്നെ നിന്ന നിൽപ്പിൽ നിന്ന് മുന്നോട്ടും ബേക്കോട്ടും ഒന്നാടി അതിന്റെ വേരുകളെല്ലാം ലോലമായി, വേരുകളെല്ലാം പിടുത്തം വിട്ടു. എന്നിട്ട് പ്രവാചകന്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരേ സ്പീഡിൽ അതിങ്ങനെ നടന്നു വന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമുമ്പിൽ വരുന്നു. ജഅത് ലിദഅവതിഹിൽ അസ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി. ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി റഹിമഹുള്ള പാടിയതുപോലെ, ജഅത് ലിദഅവതിൽ അസ്ജാറു സാജിദതൻ, നബിയെ തങ്ങൾ വിളിച്ചപ്പോൾ തങ്ങളെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് മരം പോലും വണങ്ങിക്കൊണ്ട് സുജൂദിലായി തങ്ങളെ മുമ്പിലേക്ക് വരുന്നു. തങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് തങ്ങളെ മുമ്പിലേക്ക് വരികയാണ്. ഏത് രൂപത്തിലാണ് വരുന്നത്? തംശി, അത് നടന്നു വരുന്നത്, ആ നടന്നു വരുന്നത് കാൽപാദമില്ലാതെ നടന്നു വരുന്നു. തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി. സാധാരണ നടക്കാൻ ചെരുപ്പടിക്കാല് വേണം, ചെരുപ്പടിക്കാലില്ലാതെ തണ്ടൻകാല് കൊണ്ട് നടന്നു വരുന്നത് പോലെ തങ്ങളുടെ മുമ്പിലേക്ക് മരം കടന്നു വന്നില്ലേ? അത്ഭുതകരമായ ഒരു സംഭവം അറാബി നേരിട്ട് കാണുകയാണ്. വന്നജ്മു വശജറു യസ്ജുദാൻ. മരങ്ങൾ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നു, അള്ളാഹിനെ വഴിപ്പെടുന്നു എന്ന് സൂറത്തു റഹ്മാനിലും അള്ളാഹ് പറയുന്നു. അള്ളാഹുവിനെ വഴിപ്പെടുന്നതൊക്കെ അള്ളാഹിന്റെ റസൂലിക്കും വഴിപ്പെട്ടിരിക്കും. പ്രവാചകന്റെ മുമ്പിൽ മരം വന്നു നിന്നപ്പോൾ അഅറാബി പറഞ്ഞു, എനിക്ക് സമാധാനമായിരിക്കുന്നു, അങ്ങ് സത്യത്തിന്റെ പ്രവാചകൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ യഖീന്, ഈമാൻ ഉറച്ചു. ഈ അത്ഭുതകരമായ രംഗം കണ്ടപ്പോ അഅറാബി പറഞ്ഞു, നബിയെ തങ്ങളുടെ കൈയും ആ പാദവും ഒന്ന് ചുംബിക്കാൻ എനിക്കൊരു വല്ലാത്ത ആഗ്രഹമുണ്ട്. സത്യത്തിന്റെ പ്രവാചകനെ ഞാനിതാ കാണുകയാണ്. ഇങ്ങനത്തെ ഒരു പ്രവാചകന് വേണ്ടി ലോകം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി. ഈ സത്യം അംഗീകരിക്കാനുള്ള തൗഫീഖ് എനിക്കുണ്ടായ സന്തോഷം, അതുകൊണ്ട് അതിന് കാരണക്കാരായ നബിയെ അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങളൊന്ന് നീട്ടിത്തരിക, ഞാനൊന്ന് ചുംബിക്കട്ടെ, അങ്ങയുടെ കാലൊന്ന് ചുംബിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം പൂർത്തിയാക്കി കൊടുത്തു. പിന്നെ അദ്ദേഹം പറഞ്ഞു, നബിയെ എനിക്ക് തങ്ങൾക്കൊന്ന് സുജൂദ് ചെയ്യാൻ മോഹമുണ്ട്. ഇത്ര വലിയ അത്ഭുതം കാണിച്ചു തന്ന തങ്ങളുടെ മുമ്പിൽ എനിക്കൊന്ന് സുജൂദ് ചെയ്യണം, സാഷ്ടാംഗം ചെയ്യണം. ഇത് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ, ഒരിക്കലും പാടില്ല. സൃഷ്ടികൾ സൃഷ്ടാവിന്റെ മുമ്പിലല്ലാതെ മറ്റൊരുത്തന്റെ മുമ്പിലും സുജൂദ് കൊണ്ട് ബഹുമാനിക്കാൻ പാടില്ല. സുജൂദ് കൊണ്ട് ആദരിക്കാൻ അർഹതപ്പെട്ടവൻ പടച്ചറബ് മാത്രമാണ്.
സൃഷ്ടാവായ റബ്ബിന്റെ മുമ്പിലല്ലാതെ സുജൂദ് ചെയ്തുകൂടാ. ഇനി അങ്ങനെ ഒരു സൃഷ്ടിക്ക് മറ്റൊരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള അനുവാദം കിട്ടുകയാണെങ്കിൽ ലൗ കുന്തു ആമുറു അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടാവിന്റെ മുമ്പിൽ, ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള അനുവാദം കിട്ടുകയാണെങ്കിൽ എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനല്ല ഞാൻ പറയുക, ഒരു ഭാര്യയോട് ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനാണ് ഞാൻ കൽപ്പിക്കുക. അതിന് മാത്രം കടപ്പാടുകൾ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുണ്ട്. അത്രയേറെ ഒരു ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം, വഴിപ്പെടണമെന്ന് ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്, നേരത്തെ ഞാൻ ഓതിയ ആയത്തിൽ നിന്ന് ഒന്നാമത്തെ ഗുണം ഖാനിതാത്ത്, ഭർത്താവിന് വഴിപ്പെടുന്നവൾ. ഇവിടെ അള്ളാന്റെ റസൂല് പറയുന്നത് ഒരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂദ് പാടില്ല. ഇനി വല്ല നിയമവും അനുവദിച്ചു കിട്ടുകയാണെങ്കിൽ ഭാര്യയോട് ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കും. അത്രയേറെ ഈ ലോകത്ത് കിടപ്പാടുള്ളത് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടാണെന്ന് ബഹുമാനപ്പെട്ട ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. അനുസരണം, പരിപൂർണമായ അനുസരണം. ഭർത്താവ് എന്ത് പറഞ്ഞാലും, ശറഇന് എതിരല്ലാത്ത ഏത് കാര്യം പറഞ്ഞാലും ഞാൻ വഴിപ്പെടാൻ നിർബന്ധമുള്ളവളാണ്, അനുസരിച്ചേ പറ്റൂ. സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ അത് ആവശ്യമാണ്. ചിലപ്പോൾ നമുക്ക് പ്രയാസങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും. ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പടച്ചറബിന് വേണ്ടി സഹിക്കുക. അതിന് പ്രതിഫലം നൽകുന്നവൻ പടച്ചറബാണ്. പ്രയാസം സഹിക്കുന്ന ആളുകൾക്കാണ് സ്വർഗം, ത്യാഗം ചെയ്യുന്ന ആളുകൾക്കാണ് സ്വർഗം. അള്ളാഹുവിന്റെ മാർഗത്തിൽ പടവെട്ടി ഷഹീദായ ആളുകൾ, രക്തം ചിന്തിയ ആളുകൾ, അവർക്കൊക്കെ സ്വർഗമുണ്ടെന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ത്യാഗം ചെയ്യുന്നവർക്കാണ്. അതുപോലെ ഭർത്താവിനെ വഴിപ്പെടാൻ നിങ്ങൾ പൂർണ്ണമായി തയ്യാറായാൽ അതിന്റെ പ്രതിഫലം അള്ളാഹു ഒരിക്കലും മറക്കുകയില്ല. വലിയ പ്രതിഫലം അതിന് തയ്യാറാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ശേഷം വരുന്ന ഹദീസുകളിൽ കാണാം. മാത്രമല്ല, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഒരു ഭാര്യ ഒരു ഭർത്താവിനെ എത്ര കണ്ട് അനുസരിക്കണമെന്നറിയുമോ? വലാ യജൂസു ലിംറാത്തിൻ അൻ തസൂമ വസൗജുഹാ ഷാഹിദുൻ ഇല്ലാ ബിഇദ്നിഹി. ഭർത്താവ് നാട്ടിലുള്ളപ്പോൾ അവന്റെ സമ്മതമില്ലാതെ നോമ്പ് നോൽക്കൽ പോലും ഒരു ഭാര്യയ്ക്ക് പാടില്ല. ഭർത്താവ് നാട്ടിലുള്ള സമയമാണ്, ഭർത്താവ് കൂടെയുള്ള സമയമാണ്. ഒരു സുന്നത്ത് നോമ്പ് നോൽക്കണമെങ്കിൽ ഭർത്താവിന്റെ സമ്മതം വേണം. ഭർത്താവ് നോൽക്കണ്ട എന്ന് പറഞ്ഞാൽ സുന്നത്ത് നോമ്പ് നോൽക്കാൻ പാടില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. കാരണം എന്താണ്? സുന്നത്ത് നോമ്പ് നോൽക്കൽ സുന്നത്ത് മാത്രമാണ്, ഭർത്താവിനെ വഴിപ്പെടൽ നിർബന്ധമാണ്. നിർബന്ധവും സുന്നത്തും വരുമ്പോൾ നിർബന്ധത്തിനാണ് സ്ഥാനം കൊടുക്കേണ്ടത്. നീ ഇന്ന് സുന്നത്ത് നോമ്പ് നോൽക്കരുത് എന്ന് പറഞ്ഞാൽ എത്ര പോരിശയാക്കപ്പെട്ട നോമ്പാണെങ്കിലും ശരി, അവൾ നോമ്പ് ഒഴിവാക്കിയിരിക്കണം. ആ നോമ്പ് നോൽക്കുന്നതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം നീ നിന്റെ ഭർത്താവിന് വഴിപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞതനുസരിച്ചാൽ നോമ്പ് നോൽക്കുന്നതിനേക്കാൾ കൂലി കിട്ടും. നീ സുന്നത്ത് നോമ്പ് നോൽക്കാൻ വേണ്ടി തീരുമാനിച്ച ഒരു ബറാഅത്തിന്റെ നോമ്പ്, അല്ലെങ്കിൽ ഒരു മേറാജിന്റെ നോമ്പ്, ഇനി അങ്ങനത്തെ ഒരു നോമ്പ് കിട്ടണമെങ്കിൽ ഒരു കൊല്ലം കഴിയണം. വളരെ താല്പര്യപൂർവ്വം നോമ്പ് നോൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഭർത്താവ് പറയുന്നത് ഇത് നോമ്പ് നോൽക്കാൻ പാടില്ല, ഈ പകൽ നീ നോമ്പുകാരിയാവാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഒന്നും ചിന്തിക്കേണ്ട, അവൾ നോമ്പ് നോൽക്കരുത്. അന്ന് നോമ്പ് നോറ്റാൽ കിട്ടുന്നതിനേക്കാൾ കൂലി നിനക്ക് കിട്ടുന്നത് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വഴിപ്പെടുമ്പോഴാണ്. കാരണം ഒരു പെണ്ണ് ഭർത്താവിന് വഴിപ്പെടുമ്പോൾ ആ പെണ്ണിനെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നു. ഒരു ഭർത്താവിനോട് എതിര് കാണിക്കുമ്പോൾ, ഭർത്താവിനെ വെറുപ്പിക്കുമ്പോൾ അള്ളാഹ് വെറുക്കുന്നു. അള്ളാന്റെ മലക്കുകൾ ലഅനത്ത് ചൊല്ലുന്നു. ശഫീഉനാ റസൂലുള്ളാഹി المرأة لا تؤدي حق ربها حتى تؤدي حق زوجها. റസൂലുള്ള പഠിപ്പിച്ചു തരുന്ന ഹദീസാണ്. അൽ മർഅത്തു, ഒരു പെണ്ണ്, ലാ തുഅദ്ദി ഹഖ്ക റബ്ബിഹാ, റബ്ബിനോടുള്ള കടപ്പാടുകൾ വീട്ടിയവളല്ല. ഏതുവരെ? ഹത്താ തുഅദ്ദി ഹഖ്ക സൗജിഹാ, ഭർത്താവിനോടുള്ള കടപ്പാടുകൾ വീട്ടാതെ ഭർത്താവിനോടുള്ള കടപ്പാടുകൾ വീട്ടിയവളല്ല. ഒരു പെണ്ണ് ഭർത്താവിനോടുള്ള കടമകൾ വീട്ടിയെങ്കിൽ മാത്രമേ അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ വീട്ടുകയുള്ളൂ. ഭർത്താവിനെ വെറുപ്പിച്ച് പിന്നെ ഇബാദത്തില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു സ്ത്രീ ഭർത്താവുമായി പിണങ്ങിക്കഴിഞ്ഞാൽ ഭർത്താവിന്റെ വെറുപ്പിലും ദേഷ്യത്തിലുമാണ് ഒരു പെണ്ണ് കടിച്ചുകൂട്ടുന്നതെങ്കിൽ അല്ലാഹു തആല അവളുടെ നിസ്കാരം സ്വീകരിക്കയില്ല. അവളുടെ നിസ്കാരം അവന്റെ ചെവിന്റെ മുകളിലേക്ക് ഉയരുകയില്ല.
അള്ളാഹുവിനിക്ക് ആ നിസ്കാരം തന്നെ ആവശ്യമില്ല. കാരണം ആ പെണ്ണ് ഭർത്താവിന് ഭയപ്പെടുക എന്ന് പറയുന്ന നിർബന്ധമാണ്. ഒരു സ്വർഗത്തിൽ കിടക്കുന്ന പെണ്ണിന്റെ ഒന്നാമത്തെ ലക്ഷണം അവൾ ഭർത്താവിന് ഭയപ്പെടുന്നവളാണ്. അത് ചെയ്യാത്ത കാലത്തോളം അവളെ നിസ്കാരം പോലും സ്വീകാര്യമല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. കഴിഞ്ഞില്ല, മറ്റൊരു ഹദീസിൽ വന്നിട്ടുള്ളത്, ഒരു പെണ്ണ് നിസ്കരിച്ചു, അതിന്റെ ശേഷം ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാതെ സ്വന്തം കാര്യം ദുആ ചെയ്താൽ ആ ദുആയും തള്ളപ്പെടും. ഭർത്താവിന് വേണ്ടി ആദ്യം ദുആ ചെയ്യണം, എന്നിട്ട് അവൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പോഴേ അവളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നിസ്കാരമൊന്നും സ്വീകരിക്കൂല. ഈ അടുത്തൊരാൾ പറഞ്ഞു, ഞാനും പെണ്ണുങ്ങളിട്ട് ഇടക്കിടക്ക് തെറ്റും. ഞാൻ ചോദിച്ചു, തെറ്റിയാ നിങ്ങൾക്ക് ഉറക്കം വരുമോ? ഞാൻ സുഖമായിട്ട് ഉറങ്ങും. ഓൾക്ക് ഉറക്കം വരൂല. പിന്നെ അവൾ എന്താ ചെയ്യാ? ഓളിങ്ങനെ ഒരേ നിസ്കാരം തന്നെ. നിസ്കരിച്ചിട്ട് എന്താ കാര്യം? നിസ്കാരം ചെവിന്റെ മുകൾക്ക് പൊങ്ങൂല. ചെവിന്റെ മുകളിലേക്ക് അത് ഉയരണമെങ്കിൽ, അള്ളാഹു അത് കബൂൽ ചെയ്യണമെങ്കിൽ നീയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ശരിയായിരിക്കണം. അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ ഒരുപാട് ആളുകൾ ലോകത്ത് വേറെയുമുണ്ട്. നിന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കേണ്ടവൾ ഭാര്യയായ നീയാണ്. അത് ചെയ്യാതെ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിച്ചതുകൊണ്ട് കാര്യമില്ലെന്നർത്ഥം. കഴിഞ്ഞില്ല, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് അവള് പുറത്തിറങ്ങാൻ പാടില്ല. പുറത്തിറങ്ങിയാലോ ലഅനത്തുഹൽ മലായികതു ഹത്താ തർജിഅ, അവള് മടങ്ങി വരുന്നത് വരെ മലക്കുകൾ അവളെ മേൽ ലഅനത്ത് ചൊല്ലും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ലഅനത്ത് പറഞ്ഞാൽ എന്താ? പേടിക്കേണ്ട സംഗതി. അത് ലഅനത്ത് പേടിക്കേണ്ട സംഗതിയാണ്. ശാപം, ശപിക്കൽ. ഒന്നിനെയും ശപിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ, ഒട്ടകത്തിനെ ശപിച്ച ആളുകളെ നബി തിരുത്തി, കോഴിനെ ശപിച്ച ആളുകളെ നബി തിരുത്തി. ശാപം എന്ന് പറയുന്നത് വളരെ കടുപ്പപ്പെട്ടതാണ്. നമ്മൾ ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോ മാത്ര ശപിക്കൽ. ഇബ്ലീസ് എന്ന് കേൾക്കുമ്പോ ലഅനത്തുല്ലാഹി അലൈഹി, അള്ളാന്റെ ശാപം അവനുണ്ടാവട്ടെ എന്ന് പറയും. ഗുരുത്തം കെട്ടുപോട്ടെ. അത് മലക്കുകൾ പറയും. എപ്പെന്നറിയോ? ഒരു പെണ്ണ് ഭർത്താവിന്റെ സമ്മതമല്ലാതെ വീട്ടിൽ നിന്നാണ് പുറത്തിറങ്ങിയത്. ഇപ്പൊ ഭർത്താക്കന്മാര് കൊടുക്കുന്ന സമ്മാനം മൊബൈലാണ്. ഈ മൊബൈലുള്ളതുകൊണ്ട് എവിടെയും പോവാ. എപ്പോ വിളിച്ചാലും നീ എവിടെയുള്ളത്? ഞാൻ ഇവിടെ തന്നെ വീട്ടിലുണ്ട്, ഞാൻ പാത്രം കൈകൊണ്ടിരിക്കുകയാണ്, ഞാൻ അടുക്കളയിലാണ്. എവിടെ? ഓളങ്ങാടിയിലായിരിക്കും. അപ്പൊ എന്താ ലാൻഡ് ഫോൺ അടിച്ചിട്ട് എടുക്കാത്തത്? എത്ര ദിവസമായി ഫോൺ കേട് വന്നിട്ടെന്നാ. എന്നാ ശരിയാവല്? സാധു വിചാരിക്കും അങ്ങനെ തന്നെയാ. അപ്പൊ മൊബൈലുള്ളതുകൊണ്ട് ഇപ്പൊ കല്യാണം കഴിച്ചാൽ മാത്രല്ല, പെണ്ണ് കാണാൻ പോകുമ്പം തന്നെ മൊബൈലും കൊണ്ടാ പോണേ. പെണ്ണ് കാണാൻ പോകുമ്പം തന്നെ മൊബൈലും കൊണ്ടാണ്. കല്യാണം പിന്നെ 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. നേരത്തെ മൊബൈൽ എടുത്ത് എന്നും മുടങ്ങാതെ വിളിക്കണം. 2 മണിയായാൽ ഫോൺ ചെയ്യാനാ. പിന്നെ ഹറാമാണത്. എത്രത്തോളം വൈവാഹിക ജീവിതത്തിൽ ഹറാമ് കടന്നു വരുന്നോ അത്രത്തോളം ജീവിതത്തിലെ സുഖം കുറയും. എല്ലാം അങ്ങനെ. ഹറാമ് എത്ര ചേർന്നോ അത്രയും ബറക്കത്താണ് കുറയും. അതല്ലേ എന്റെ ശരി? ഒരു പാനീയത്തിൽ, ഒരു ഗ്ലാസ് പാലിൽ എത്ര വിഷം ചേരുന്നുവോ അത്രയും അതിന്റെ വിഷം കൂടി വരികയാണ്. കുടിക്കുന്ന ആൾക്ക് അപകടം ചെയ്യാണ്. എന്നതുപോലെ നല്ല കാര്യങ്ങളിൽ എത്ര അനാവശ്യങ്ങൾ കയറി വരുന്നുവോ അത്രത്തോളം അതിന്റെ ബറക്കത്ത് കുറഞ്ഞ് വിഷം കൂടിയതാകും. ഒരു കല്യാണം നടക്കുമ്പോ കല്യാണത്തിൽ ദൂർത്ത്, ദുർവ്യയം, ഗാനമേള തുടങ്ങിയിട്ടുള്ള അനാവശ്യങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ എവിടെയാ സുഖം കുറയുന്നത്? ആ ദമ്പതികൾക്കിടയിൽ. ആ ദമ്പതികളുടെ സുഖസുന്ദരമായ ജീവിതത്തിന് കുഴപ്പമുണ്ടാകുന്നത് അതിൽ ഹറാമുകൾ കൂടിച്ചേരുമ്പോൾ. പാലിൽ വിഷം ചേരുന്നത് പോലെ എത്ര അളവിലാണോ വിഷം ചേരുന്നത് അത്രയും അതിന്റെ മാരകമായ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണതൊക്കെ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ശ്രദ്ധിക്കണം. ഭർത്താവിന്റെ സമ്മതമല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മലക്കുകൾ അവളെ ശപിക്കുമെന്നാണ്. ആ സമയത്താണ് ആ പെണ്ണിനിക്ക് മരണം സംഭവിക്കുന്നതെങ്കിലോ, മലായിക്കത്ത് ശപിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണം സംഭവിച്ചാൽ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് മരിക്കില്ല എന്നുറപ്പല്ലേ? മലക്കുകൾ സ്വർഗത്തിന്റെ ഫോട്ടോ ഇട്ട് അവരെ മലക്കുകൾ ശപിക്കല്ലേ? ഗുരുത്തം കെട്ടോള് നശിച്ചു പോട്ടെ എന്ന് പറയുന്ന സമയത്താണ് മരണം സംഭവിക്കുന്നതെങ്കിലോ, ഏത് സമയത്തും മരണം സംഭവിക്കാലോ. ഈ അടുത്തൊരു മരണത്തിന്റെ കഥ ഞാൻ കേട്ടു. ഭാര്യയും ഭർത്താവും തമ്മിൽ സിറ്റ് ഔട്ടിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ല ആരോഗ്യമുള്ള ഭാര്യയും ഭർത്താവുമാണ്. അവർ സിറ്റ് ഔട്ടിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കെ അസറിന്റെ ബാങ്ക് കൊടുത്തു. അപ്പൊ ഭാര്യ പറഞ്ഞു, ഞാൻ ചായ കൊണ്ടുവരാൻ, ചായ കുടിച്ചിട്ട് അസറസ്കരിക്കാം. ബാങ്ക് കൊടുത്ത, അസറാൻ കൊടുത്ത, പണി മതിയാക്കാനായി, ചായ കുടിക്കാനായി, ഇങ്ങനെ 1-2 ചിന്ത നമുക്ക് ആദ്യം വരുമല്ലോ. അങ്ങനെ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്നതിനിടയിൽ ഭാര്യ ചായ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അസർ നിസ്കാരത്തിന് മുമ്പ് ഭർത്താവിന് ചായ കൊടുക്കാൻ. പക്ഷേ ചായ വരുന്നത് കാണുന്നില്ല.
അല്പസമയം കാത്തിരുന്ന ഭർത്താവ് അടുക്കളയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൾ വീണ് മരിച്ചു കിടക്കുന്ന രംഗം പ്രിയപ്പെട്ട ഭർത്താവ് കാണുകയാണ്. അയാൾ അറിഞ്ഞിട്ടില്ല, ഇതാ മരണം. അപ്പൊ വീട്ടിൽ നിന്നാണ് പുറത്തിറങ്ങുന്ന സമയത്താണ് ആ മൗത്തിന് വരുന്നതെങ്കിൽ എന്താ കഥ? മലക്കുകൾ ശപിക്കുന്ന സമയമാണ്. അതുകൊണ്ട് എത്ര കണ്ട് ഭയപ്പെട്ടിരുന്നു ഇതറിയുന്ന പെണ്ണുങ്ങളെന്നറിയുമോ? മുൻഗാമികളായ മഹദികൾ വലിയ പേടിയായിരുന്നു. അള്ളാന്റെ റസൂലിന്റെ കാലത്തൊരു സ്വാലിഹത്തായ പെണ്ണ്, അവളുടെ ഭർത്താവും കുടുംബവും ഒരു വീട്ടിൽ താമസിക്കുന്നു. ഭർത്താവ് കച്ചവടത്തിന് പോകുന്ന സന്ദർഭത്തിൽ എന്തോ കാരണവശാൽ ഒരു കർശനമായ നിയമം പാസാക്കി. എന്താ കർശന നിയമം? മാളിക മുകളിൽ നിന്ന് താഴെ ഇറങ്ങാൻ പാടില്ല. ഞാൻ പറയാതെ കോണിമക്കിട്ട് ഇറങ്ങാൻ പാടില്ല. മുകളിൽ കഴിഞ്ഞോളാം, എല്ലാ സൗകര്യവും മുകളിലുണ്ട്. താഴത്തെ ഫ്ലോറിലേക്ക് ഇറങ്ങി വരാൻ പാടില്ല. ഭർത്താവ് പറഞ്ഞു, ഭർത്താവ് പോയി. സംഗതി വലിയ കൊടുക്കാനുള്ളത്. മാളികയുടെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ പറ്റൂല തന്നെ. ഞാൻ പറയാതെ ഇറങ്ങരുത്. ഭർത്താവ് അങ്ങനെ പറഞ്ഞു പോയാൽ ഭാര്യ അനുസരിച്ചേ പറ്റൂ. എന്തിനാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നൊന്നും ഹദീസിൽ കാണുന്നില്ല. ചിലപ്പോ നമ്മൾ പെണ്ണുങ്ങളോട് പറയും, ഈ ഒരു കാര്യം വേണം, ഞാൻ ഇവിടുന്ന് പോയാൽ ഈ പടി പുറത്തിറങ്ങാൻ പാടില്ല, ഈ 4 മതിലിന്റെ ഉള്ളിൽ പുറത്തിറങ്ങാൻ. എന്തിനാ അങ്ങനെ നമ്മൾ പറയലും? ചില പെണ്ണുങ്ങൾ ഉണ്ടാവും എല്ലാ വാതിൽക്കലും ചെന്ന് എല്ലാ വാർത്തകളും ശേഖരിക്കും. ഇവരൊക്കെയാണ് ചാനലിന്റെ ആളുകളാക്കേണ്ട ആ ജാതി പെണ്ണുങ്ങളെ. ബഷീറോടെ ബഷീറോ അയാൾ 2 മാസമായില്ലേ പിണങ്ങിപ്പോയിട്ട്. ആയിഷാന്റെ കഥ എന്താ? ഓളെ ഭർത്താവിന് കഴിഞ്ഞ ആഴ്ച അടിയിട്ടില്ലേ? ഈ നിലക്ക് എല്ലാ കഥകളും വിലയിരുത്തുണ്ടാവും. ഒരു ആകാശവാണി പാത്തുമ്മ എന്ന് വേണമെങ്കിൽ പറയാം. ഓളുണ്ടെങ്കിൽ പിന്നെ വേറെ റേഡിയോനൊന്നും വേണ്ട. ആ പ്രാദേശിക വാർത്തകളൊക്കെ ഇവളിങ്ങനെ കൈകാര്യം ചെയ്തോളൂ. ചില സ്വഭാവമാണ്. അതുകൊണ്ടാവണം നമ്മൾ പറയും പുറത്തിറങ്ങരുത്, അല്ലേ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ കർശന നിയമം ചിലപ്പോ പരീക്ഷണാർത്ഥം പറയും, ഓളാ പുറത്തിറങ്ങോ ഇല്ലേന്ന് അറിയണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കും. ഒരു കാരണം ഉണ്ടാക്കലാണ്. അനുജത്തിന്റെ കല്യാണം നടക്കുമ്പോൾ ഏട്ടൻ പുതിയാപ്പിള എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കും. എന്താ കാരണം? ഇതിന് കുറച്ച് പൈസക്ക് ചെലവുണ്ടാവും. അപ്പോൾ പറയാം, അന്ന് തരാനുള്ള 2.5 പവൻ കിട്ടിയിട്ടില്ല, അന്നൊരു കാപ്പാവാൻ കുറവുണ്ടായിരുന്നു, അതിന്റെ എന്റെ പുതിയാപ്പാളിനെ സൽക്കരിച്ചിട്ടില്ല, ഞാൻ വരില്ല. ഓന് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ഇത് അല്ലെങ്കിൽ തന്നെ ടെൻഷനായി എങ്ങനെങ്കിലും ഈ കുട്ടിന്റെ കല്യാണം മറ്റേ കടം തന്നെ വീടിയിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് ഈ കല്യാണം നടത്താനുള്ള വെപ്രാളവും വേജാറും, അതിന്റെ ഇടയ്ക്കാണ് താങ്ങും തണലുമാകുന്ന പുതിയാപ്പാളിന്റെ പണക്കം. പിന്നെ ഇവനെ നന്നാക്കാൻ പോലെ ഇവരെ കിട്ടൂല. ഓൻ പറയും വയനാട്ടിലുണ്ട് അറിയും, പിന്നെ പറയും പേട്ടക്കാണ് അറിയും, പിന്നെ വേറെ എവിടെയാണ് അറിയും. ഈ കല്യാണം കയ്യോളം ഉരുണ്ട് കളിക്കും. അങ്ങനെയൊക്കെ ഓരോരുത്തരുണ്ട്. അബൂജാഹിലിന്റെ സ്വഭാവമുള്ള പേരില്ലാന്നേ ഉള്ളൂ, ആ പേരിടൂലാന്നേ ഉള്ളൂ, ആ സ്വഭാവം കളിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഈ സ്വഹാബി ഭാര്യയോട് പറഞ്ഞു, നീ ഒരു കാരണവശാലും മാളിക മുകളിൽ നിന്ന് താഴെ ഇറങ്ങരുത്. പക്ഷേ നല്ല പെണ്ണാണ്. എന്തിനാ അങ്ങനെ മൂപ്പര് പറഞ്ഞത് നമുക്കറിയില്ല, ഹദീസിൽ കാണുന്നില്ല. അങ്ങനെ ഭർത്താവ് പോയതിന് ശേഷം ഉപ്പാക്ക് പെട്ടെന്ന് അസുഖമായി, കഠിനമായ വേദന, രോഗം വന്നു. രോഗം വന്നപ്പോ ഉമ്മ വിളിച്ചു, മോളെ ഓടി വരണം, നിന്റെ ഉപ്പാക്ക് തീരെ സുഖമില്ല, ഉപ്പ വളരെ ക്ലേശത്തിലാണ്, പ്രിയപ്പെട്ട മോളെ ഒന്ന് ഓടി വരണം. ഉടനെ മകള് പറഞ്ഞു, എനിക്ക് വന്നുകൂടാ, എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞത്. അപ്പോഴാ പുറം ലോകം അറിയുന്നത്. എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, പോകുന്ന സന്ദർഭത്തിൽ എന്റെ സമ്മതമില്ലാതെ താഴെ ഇറങ്ങാൻ പാടില്ല. അതുകൊണ്ട് ഭർത്താവിന് വഴിപ്പെടൽ എനിക്ക് നിർബന്ധമാണ്. ഭർത്താവിന് വഴിപ്പെടാതെ ഒരു സ്റ്റെപ്പെങ്ങാനും ഞാൻ ഇറങ്ങിപ്പോയാൽ അള്ളാന്റെ മലക്കുകൾ എന്നെ ശപിക്കും. അതാണ് എനിക്ക് ഭയമുള്ളത്. അതുകൊണ്ട് തൽക്കാലം എനിക്ക് വരാൻ പറ്റില്ല എന്ന് പ്രിയപ്പെട്ട മകള് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, മോളെ നിന്റെ ഉപ്പാന്റെ കാര്യമാണ്, ഉപ്പാക്ക് സുഖമില്ല, കലശലായ രോഗമാണ്. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു, എന്നാ പിന്നെ റസൂലുള്ള പറയട്ടെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞാ വരാ. ഭർത്താവിനെക്കാട്ടിയും വലുതാണ് അള്ളാഹുവും റസൂലും ആണല്ലോ. ഉടനെ ഒരാളെ പറഞ്ഞയച്ചു, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളടുക്കലേക്ക്. തങ്ങളോട് ചോദിച്ചു, ഇങ്ങനെ ഒരു മസലുണ്ട് നബിയെ, പുതിയാപ്പള പോകുമ്പോ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, എന്റെ സമ്മതല്ലാതെ പുറത്തിറങ്ങിയത്. ഇപ്പോഴാണെങ്കിൽ ഉപ്പാക്ക് തീരെ സുഖമില്ല, തൽക്കാല പെണ്ണൊന്ന് പുറത്തിറങ്ങിക്കൂടെ എന്ന് വെച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി ശ്രദ്ധേയമാണ്, നീ നിന്റെ ഭർത്താവിനിക്ക് വഴിപ്പെടുക തന്നെ വേണം. ഭർത്താവ് എന്താണോ പറഞ്ഞത് വഴിപ്പെട്ടേ പറ്റൂ. ബാപ്പാക്ക് സുഖമില്ല എന്നുള്ളത് പ്രശ്നമേ അല്ല. കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനിക്ക് ഏറ്റവും കടപ്പാട് അവളെ ഭർത്താവിനോടാണ്. മറ്റെല്ലാവരെക്കാളും ഒരു പെണ്ണിനിക്ക് കടപ്പാട് തന്റെ ഭർത്താവിനോടാണ്. അതുകൊണ്ട് ഭർത്താവ് പുറത്തിറങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ഇറങ്ങിക്കൂടാ, ബാപ്പാക്ക് അസുഖമാണെങ്കിലും ശരി. കുറച്ചും കൂടി കഴിഞ്ഞു, പിന്നെയും ഇദ്ദേഹത്തിന്റെ രോഗം കഠിനമായി. ഉമ്മ വിളിച്ചു, മോളെ വരണം, ഉപ്പ സക്കറാത്തിലേക്ക് നീങ്ങുകയാണ്. ഉപ്പ ഈ ലോകത്തോട് വിട പറയുന്ന ഘട്ടമാണ്, സക്കറാത്തിലേക്ക് നീങ്ങുകയാണ്.
ആ സമയത്തും പെണ്ണ് പറഞ്ഞു, എനിക്ക് വരാൻ പറ്റില്ല, മലായിക്കത്ത് ശപിക്കുന്ന അവസ്ഥയിലെങ്ങാനും ഞാൻ ആ സക്കറാത്തുൽ മൗത്തിൽ കിടക്കുന്ന ബാപ്പാന്റെ അരികിൽ വന്ന് നിൽക്കുന്നത് ശരിയല്ല. അത് മനസ്സിലാക്കിയ മഹദി പറഞ്ഞു, ഞാൻ വരില്ല, മലായിക്കത്തിന്റെ ശാപവുമായി വരാൻ തയ്യാറില്ല. ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരടി മുന്നോട്ട് പോയി കൂടാ, റസൂലുള്ള പറഞ്ഞാൽ വരാം. അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോഴും റസൂലുള്ളാന്റെ മറുപടി, അത്തിഈ സൗജകി, നീ നിന്റെ ഭർത്താവിന് വഴിപ്പെട്ടേ പറ്റൂ. ഭർത്താവ് വഴിപ്പെട്ടേ പറ്റൂ. അനുവാദം കിട്ടിയില്ല. പിന്നെ ഭർത്താവ്, ഈ ഉപ്പ മരിച്ചു. ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഉപ്പ പോയി, ഹയാത്തോടെ കാണാൻ നിവൃത്തിയില്ല, ഇനി ആ മയ്യത്ത് കാണാനെങ്കിലും വരണം. പെൺകുട്ടി പറഞ്ഞു, ഇല്ല, അള്ളാഹുവിന്റെ ശാപം, മലായിക്കത്തിന്റെ ശാപം, അത് ഏറ്റുവാങ്ങാൻ ഞാൻ ഒരുക്കമല്ല, ഞാൻ വരില്ല. റസൂലുള്ള പറഞ്ഞാ വരാം. അള്ളാഹുവിന്റെ റസൂലിനോട് പോയി ചോദിച്ച ഒരു വ്യക്തി, നബിയെ, ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു മസല ചോദിക്കുന്നുണ്ട്, എന്ത് പറയണം? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അത്തിഈ സൗജകി, നീ നിന്റെ ഭർത്താവിനിക്ക് വഴിപ്പെട്ടേ പറ്റൂ എന്നാണ് പറയേണ്ടത്. ഇറങ്ങിയില്ല. മയ്യത്തെടുത്തു, മയ്യത്ത് കുളിപ്പിച്ചു. മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് വളരെ സന്തോഷത്തിലാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ ഗഫറ ലി അബിഹാ, തീർച്ചയായിട്ടും അല്ലാഹു തആല ഈ പെൺകുട്ടിയുടെ പിതാവിന്റെ ദോഷങ്ങളെല്ലാം പുറത്തു കൊടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യന്റെ സർവ്വ പാപങ്ങളും പൊറുക്കാൻ കാരണമെന്നറിയുമോ? ഭർത്താവിനിക്ക് വഴിപ്പെടുന്ന പെണ്ണായതുകൊണ്ടാണ്. ഈ പെൺകുട്ടി തന്റെ ഭർത്താവിന് പരിപൂർണമായി വഴിപ്പെട്ടതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പെൺകുട്ടി അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു. അത് കാരണമായി ഈ പെൺകുട്ടിയുടെ മരിച്ചുപോയ പിതാവിന്റെ സർവ്വദോഷങ്ങളും പൊറുക്കപ്പെട്ടു. നബിയുനാ റസൂലുള്ളാഹി. ഇത് കേട്ടപ്പം പെൺകുട്ടിക്ക് സമാധാനമായി. പടച്ചോനെ, ഞാൻ ഉപ്പാന്റെ മയ്യത്ത് കണ്ടില്ലെങ്കിലും ഉപ്പാക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി പോയിട്ടില്ലെങ്കിലും എന്റെ ഉപ്പാക്ക് യാതൊരു ദോഷവുമില്ലാത്ത നിലയിൽ സർവ്വദോഷങ്ങളും പൊറുക്കപ്പെട്ട നിലയിൽ സ്വർഗത്തിലേക്ക് പോയല്ലോ എന്ന സന്തോഷമാണ്. സ്വന്തം പിതാവിന് സ്വർഗം കിട്ടാനുള്ള കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ നാവ് കൊണ്ട് ഈ പെൺകുട്ടിയുടെ പിതാവ് സ്വർഗത്തിലാണെന്ന് പറയാനുണ്ടായ കാരണം ആ പെൺകുട്ടി അദ്ദേഹത്തിന്റെ മകൾ ഭർത്താവിനെ ഭയപ്പെട്ടതുകൊണ്ടാണ്. അതാ നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. മോള് പറയാം, പുതിയാപ്പള അങ്ങനെയാണ്, പുതിയാപ്പള ദേശക്കാരനാണ്. അപ്പൊ നമ്മളെന്താ, ഓളെ കൂടെ കൂടി കൊടുക്കല. ചിലരങ്ങനെ ചെയ്യാം. ചില വിവരമില്ലാത്തമാരെന്താക്കും, മോളാന്നും കേൾക്കാൻ നിൽക്കണ്ട. അങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാവുമ്പോ പലപ്പോഴും കുളം കലക്കലാരറിയോ? ഈ പെൺകുട്ടിന്റെ അമ്മയായിരിക്കും. ബുദ്ധിയില്ലാത്ത ചേച്ചി. ഇതൊരു കുടുംബജീവിതമാണ്. നല്ല നിലക്ക് പറഞ്ഞു കൊടുക്കണം. പുരുഷന്മാരാണ്, പല സ്വഭാവക്കാരും ഉണ്ടാകും. അതൊക്കെ കുറച്ചാണ്ട് കഴിയുമ്പോൾ ശരിയാകും മോളെ. അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം. രണ്ട് വ്യക്തികളുടെ വ്യത്യസ്തമായ ജീവിതമാണ്. അതിൽ പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. അതുകൊണ്ട് സബൂർ ചെയ്യണം. അള്ളാഹുവിന്റെ കൽപ്പന ഭർത്താവിന് പരിപൂർണമായി വഴിപ്പെടണമെന്നാണ്. വിവാഹം എന്ന് പറയുന്നത് കളിതമാശയല്ല. നീ ഈ സമയത്ത് ഭർത്താവിനോട് എതിർക്കാൻ നിന്നു കഴിഞ്ഞാൽ, ഭർത്താവിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി എല്ലാവരും കൂടെ നിന്നു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള മാനസികമായ ഐക്യം കുറയും. നിങ്ങൾ അകൽച്ചയിലേക്ക് നയിക്കപ്പെടും. അങ്ങനെ അകന്നകന്ന് നിങ്ങളെ കുടുംബജീവിതം പരാജയപ്പെടും. അതുകൊണ്ട് മക്കൾക്ക് നല്ല ഉപദേശം നൽകി അവരടുപ്പിച്ചു നിർത്താൻ പരിപൂർണമായി ഭർത്താവിന് വഴിപ്പെടണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മമാരാണ്. ഉമ്മമാരോടാണല്ലോ കുട്ടികൾ സുകാര്യം പറയാം. ഇവരല്ലാത്ത ആളുകൾ കൂടിക്കൊടുക്കും കുട്ടികളെ കൂടെ. അപ്പൊ കുട്ടികൾക്കൊന്ന് ധൈര്യമാവും കുടുംബം കാലം. ചിലരൊക്കെ പറയാറുണ്ട്, പ്രശ്നം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ പറയും, പൊന്നാർ ഉസ്താദെ, ഓളെ നമുക്ക് എവിടെങ്കിലുമൊക്കെ കൊള്ളിക്ക, ഓളെ അമ്മാനെ സഹിച്ചുകൂടാത്ത. എത്ര കേസാങ്ങനെ വരല്. അങ്ങനെ പറയാറുണ്ട്, ഓളെ അമ്മാനെ സഹിച്ചുകൂടാ. അതാണ് ഈ പിത്തന മുഴിവുണ്ടാക്കണേ. ഒരുവിധം ഓളെ ഒപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റും, പക്ഷെ അമ്മാനെ പൊരുത്തപ്പെടാൻ കഴിയില്ല. അങ്ങനെ എത്ര. വളരെ ശ്രദ്ധിച്ചോളം. കുടുംബ ബന്ധം തമാശക്കളിയല്ല. എങ്ങനെങ്കിലും മകളൊരു പ്രശ്നം പറയുമ്പോൾ ജീവിതത്തിൽ അതൊക്കെ ഉണ്ടാവും. കാരണം ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഔലിയാക്കന്മാരൊന്നും അല്ലല്ലോ, സാധാരണക്കാരാണ്. ഓരോ ജോലിയുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് അതിൻ്റെതായ സ്വഭാവമൊക്കെ ഉണ്ടാവും, അല്ലെ? ഓരോ ആളുകൾ ഓരോ ജോലിയുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ നല്ല കടുപ്പുള്ള സ്വഭാവക്കാർ, മുൻദേശക്കാർ, അങ്ങനെ പല ആളുകളും ഉണ്ടാവും. അതൊക്കെ കുറച്ചങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയാൽ ലേശം കഴിയുമ്പോൾ അതൊക്കെ പദം വരും. അതിന്റെ സ്വഭാവം എങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നല്ല ഉപദേശങ്ങൾ നൽകി വിവാഹ ജീവിതത്തിന്റെ തുടക്കത്തിലുണ്ടാവുന്ന ഇത്തരം പ്രശ്നങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം കുട്ടികളൊക്കെ വിവാഹം എന്ന് പറയുമ്പോ മൈലാഞ്ചിപ്പാട്ടും ഒപ്പനപ്പാട്ടും അല്ലെങ്കിൽ കേൾക്കുമ്പോ സ്വർഗത്തിക്കാ പോണെന്നാ വിചാരം.
ഈ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റിയോ പ്രയാസങ്ങളെപ്പറ്റിയോ ഒന്നും കുട്ടികൾക്ക് ബോധമുണ്ടാവില്ല. എപ്പോഴെങ്കിലും ഒന്ന് ഭർത്താവ് ഒന്ന് മോശമായി സംസാരിക്കുമ്പോഴേക്ക് ആകെ ടെൻഷനായി ബേജാറായി എന്നെ കൊണ്ട് പറ്റില്ല എന്നെല്ലാം പറയുമ്പോൾ നമ്മളും കൂടെ കൂടിക്കൊടുത്താൽ എന്താവും കഥ? അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം, പ്രത്യേകിച്ച് വീട്ടിലെ തലമുതിർന്ന സ്ത്രീകൾ. അനുസരണം വളരെ പ്രധാനമാണ്. ഈ അനുസരണക്കേട് ഉമ്മാനോട് പറഞ്ഞു. ഉമ്മ ചോദിക്കാ, അല്ല പുതിയാപ്പിളെ, എന്താ നിങ്ങൾ ഇപ്പൊ തന്നെ എങ്ങനെ കുഴപ്പാക്കിയാല് എന്ന് പറഞ്ഞാൽ പുതിയാപ്പിളക്കൊന്നുകൂടി ഒരു നിസാര പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് ഉമ്മാനോട് പറഞ്ഞ്, ഉമ്മയിൽ ഇടപെട്ട് ഉമ്മാന്റെ ആങ്ങളാരോട് കാരണന്മാരോട് പറഞ്ഞ്, എന്തിനാ നിങ്ങൾ കുളം കലക്കണം? ഒരു നിസാര പ്രശ്നം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ ഇതിനാ ചോദ്യം ചെയ്യുന്നത്? അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ കുറച്ച് കഴിയുമ്പോൾ ലെവലാവത്. ഒരിക്കൽ വെറുക്കുന്ന ആളുകൾ പിന്നാണ്ട് സ്നേഹിക്കുകയും ചെയ്യും. അതിന്റെ സ്വഭാവം അങ്ങനെയാണ്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാത്തതാണ് പലപ്പോഴും ബന്ധം തകരാനുള്ളൊരു കാരണം. അപ്പൊ ഒന്ന് അനുസരണം തന്നെയാണ്. നല്ല ഭർത്താവിനനുസരിക്കുന്ന പെണ്ണായതുകൊണ്ട് ആ കുട്ടിന്റെ വർക്കത്ത് കൊണ്ടാണ് ബാപ്പാന്റെ സർവ്വദോഷം പൊറുക്കപ്പെട്ടത്. അപ്പൊ ഒരു വലിയ അമലാണ്. നിങ്ങളെ ദോഷം പൊറുക്കപ്പെടാനല്ല, നിങ്ങളെ മാതാപിതാക്കളെ ദോഷം പൊറുക്കാൻ വരെ കാരണമാണ് നിങ്ങൾ നിങ്ങളെ ഭർത്താവിന് പരിപൂർണമായി അനുസരിച്ചാൽ. സംഗതി ഇവിടെ പ്രയാസമുണ്ട്. ബാപ്പാക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോ ഇറങ്ങിപ്പോവാൻ പറ്റാത്ത വിഷമുണ്ട്. ബാപ്പ മരിച്ചിട്ട് പോലും താഴെ ഇറങ്ങാൻ പറ്റാത്ത വിഷമുണ്ട്. അതൊക്കെ ഒരു പെണ്ണ് സഹിച്ചപ്പോൾ നോക്കൂ, സ്വന്തം പിതാവിന്റെ ദോഷം പൊറുക്കാൻ പോലും ഇങ്ങനത്തെ ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകിയതിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് പിതാവിന്റെ ദോഷം പൊറുക്കപ്പെടാൻ അത് കാരണമായി എന്ന് വരുമ്പോൾ എത്ര വലിയ പ്രതിഫലം കിട്ടുന്ന അമലാണ് ഭർത്താവിനിക്ക് വൈപ്പെടുക എന്ന് പറഞ്ഞാൽ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, അൽ മർഅതു ഇദാ സ്വല്ലത്ത് ഖംസഹാ വസ്വാമത് ശഹറഹാ വഅഹ്സനത് ഫർജഹാ വഅതാഅത് ബഅലഹാ ഫൽതദ്ഖുൽ മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശാഅത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അൽ മർഅതു, ഒരു പെണ്ണ്, ഇദാ സ്വല്ലത്ത് ഖംസഹാ, അവളുടെ 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ. ഒരു പെണ്ണ് പുരുഷന്മാരെ പോലെ ഇബാദത്ത് ചെയ്യാൻ ചിലപ്പോൾ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് ഫർളാക്കപ്പെട്ട നിസ്കാരം കൃത്യമായി നിർവഹിച്ചു. വസ്വാമത്ത് ശഹ്റഹാ, അവൾക്ക് നിർബന്ധമായ റമളാൻ മാസത്തിലുള്ള നോമ്പ് നോറ്റ്. വഅഹ്സനത് ഫർജഹാ, അവളുടെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിച്ചു, അവളെ ശരീരം കാത്തു സൂക്ഷിച്ചു. വഅതാഅത് ബഅലഹാ, ഭർത്താവിനിക്ക് നല്ലപോലെ വഴിപ്പെട്ടു. ഈ 4 ലക്ഷണങ്ങൾ ഒരു പെണ്ണിനിക്കുണ്ടായാൽ നാളെ സ്വർഗത്തിൽ വരുമ്പോൾ അവളോട് പറയും, ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. വലിയ ആബിദീങ്ങളോട് പറയുന്ന, വലിയ അള്ളാഹ്ക്ക് വേണ്ടി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളോട് പറയുന്ന വാക്കാണത്. സ്വർഗത്തിൽ കടക്കുക എന്നല്ല, ഇഷ്ടമുള്ള കവാടത്തിലൂടെ കടന്നോളൂ. ഏത് വാതിലൂടെ വന്നാലും സ്വാഗതമാണ്, സ്വീകരണമാണ്. അതിനൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികൾ ഉള്ളതുകൊണ്ട് ഒരുപാട് അമലുകളൊന്നും ഒരു പക്ഷേ ചെയ്യാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് 5 നേരം കൃത്യമായി നിസ്കരിക്കുകയും ഫർളാക്കപ്പെട്ട നോമ്പ് നോൽക്കുകയും തന്റെ ശരീരം അന്യപുരുഷന്മാരെ തൊട്ട് കാത്തു സൂക്ഷിക്കുകയും ഭർത്താവിനിക്ക് വഴിപ്പെടുകയും ഈ 4 കാര്യങ്ങൾ ചെയ്താൽ തന്നെ സ്ത്രീകൾക്ക് ഉയർന്ന ദറജ കിട്ടും. നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിൽ കയറിക്കൊള്ളുക എന്നവളോട് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ എന്റെ സ്വന്തം കാര്യം ചോദിക്കാൻ വേണ്ടി വന്നവളല്ല, സ്ത്രീ സമൂഹത്തിന്റെ മുഴുവൻ കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ വന്നവളാണ്. സ്ത്രീകളുടെ പൊതുപ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി വന്നവളാണ്. നബി ചോദിച്ചു, എന്താണത്? ഉടനെ ആ സഹോദരി പറയുകയാണ്, ഇന്നൽ ജിഹാദ കതബഹുല്ലാഹു അലർ റിജാൽ, യുദ്ധം എന്ന് പറയുന്നത് അള്ളാഹു പുരുഷന്മാർക്കാണ് ഫർളാക്കിയത്. യുദ്ധത്തിൽ പങ്കെടുത്താൽ പുരുഷന്മാർക്ക് സ്വർഗമാണ്. ചെറിയൊരു മുറിവ് സംഭവിച്ചാൽ പോലും അവർക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട്. നബിയെ, യുദ്ധത്തിൽ ഷഹീദായി ശുഹദാക്കന്മാരുടെ ദറജ, ഈ വലിയ ദറജ പുരുഷന്മാർക്ക് മാത്രമേ അല്ലേ ഉള്ളൂ. അടുക്കളയിൽ കഴിച്ചുകൂട്ടുന്ന ഞങ്ങൾക്ക് അങ്ങനെ വലിയ ദറജ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നബിയോട് ചോദ്യം അല്ലേ? പുരുഷന്മാര് പൊതുരംഗത്ത് പ്രവർത്തിക്കും, യുദ്ധം ചെയ്യും, ഷഹീദാവും, കയ്യുമുറിയും, കാലുമുറിയും, കണ്ണുപൊട്ടും, ഇങ്ങനെയൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി സേവനം ചെയ്യും, അള്ളാന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്യും. അവർക്ക് വലിയ പ്രതിഫലം കിട്ടുമ്പോൾ സ്ത്രീകളായ ഞങ്ങൾക്ക് അങ്ങനെ പ്രതിഫലം കിട്ടാനുള്ള വഴിയുണ്ടോ? ഉടനെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, ഇന്ന ത്വാഅത്തസ് സൗജി, ഒരു പെണ്ണ് തന്റെ ഭർത്താവിനിക്ക് വഴിപ്പെടൽ, ഇഅ്തിറാഫൻ ബിഹഖിഹി, ഭർത്താവിന്റെ അവകാശങ്ങൾ അംഗീകരിച്ചുകൊണ്ട്, ഭർത്താവിനിക്കൊരു ഭാര്യ ചെയ്തു കൊടുക്കേണ്ട അവകാശങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട്, പൊരുത്തപ്പെട്ടുകൊണ്ട് ഒരു ഭാര്യ ഭർത്താവിനിക്ക് വഴിപ്പെട്ട് ജീവിച്ചാൽ തന്നെ യഅ്ദിലു ദാലിക, യുദ്ധത്തിൽ പങ്കെടുക്കുന്ന പുരുഷന്മാർക്ക് കിട്ടുന്ന അതേ പ്രതിഫലത്തിനോട് തുല്യമായ പ്രതിഫലം നിങ്ങൾക്ക് അടുക്കളയിൽ നിന്ന് ലഭിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ.
നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടതില്ല. ശുഹദാക്കന്മാരെ കൂലി കിട്ടാൻ, ഷഹീദന്മാരെ ദറജ കിട്ടാൻ, രക്തസാക്ഷികളുടെ പ്രതിഫലം കിട്ടാൻ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നിന്ന് ഭർത്താവിനിക്ക് വഴിപ്പെടുന്ന സ്വഭാവം വേണം. ആ സ്വഭാവമുണ്ടെങ്കിൽ അക്കാരണം കൊണ്ട് ശുഹദാക്കളെ ദറജ കിട്ടുമെന്ന് പഠിപ്പിക്കുന്നു ഒരു ഹദീസിൽ. മറ്റൊരു ഹദീസിൽ കുറച്ചും കൂടി വിശദമായി വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട അസ്മാഉ ബിൻത് യസീദുൽ അൻസാരിയ, അസ്മാഉ ബിൻത് യസീദ് എന്ന് പറയുന്ന ബുദ്ധിമതിയായ പെണ്ണ് വന്നു. അൻസാരികളിൽപ്പെട്ടവർ, നല്ല ബുദ്ധിയുള്ള സാമർഥ്യമുള്ള ഒരു പെണ്ണ്. എന്നിട്ട് ആ പെൺകുട്ടി വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യം തന്നെ ശ്രദ്ധിക്കണം. നല്ല രസമുള്ള തുടക്കാണ്. അതിസാമർഥ്യമുള്ള ചില പെൺകുട്ടികൾ ഉണ്ടാവും, നല്ല ബുദ്ധിയുള്ള. ഈ അസ്മാഉ ബിൻത് യസീദ് ആ കൂട്ടത്തിലാണ്. അതിസാമർഥ്യമുള്ള ഒരു പെൺകുട്ടിയാണ്. റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുന്നു, ഇന്നല്ലാഹ ബഅസക ഇല റിജാലി വന്നിസാ, നബിയെ തങ്ങളെ അല്ലാഹു നിയോഗിച്ചത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നബിയായിട്ടല്ലേ? ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നബിയല്ലേ തങ്ങൾ? അതോ ആണുങ്ങൾക്ക് മാത്രം നബിയാണോ? ചോദ്യം കണ്ടോ? അങ്ങനെ ഉണ്ടാവും ചോദ്യം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നബിയെ തങ്ങൾ നബിയല്ലയോ? ആ ചോദ്യത്തിൽ തന്നെ ചോദിക്കാൻ പോകുന്ന കാര്യം മനസ്സിലാകുന്നുണ്ട്. പെണ്ണുങ്ങളായി ഞങ്ങൾക്ക് എവിടെയോ ഒരു കുറവുണ്ട്. അങ്ങ് പെണ്ണുങ്ങൾക്കും പ്രവാചകനല്ലേ? അങ്ങ് ആണുങ്ങൾക്കും പെണ്ണുങ്ങളിലേക്കും പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ആളല്ലേ? നബി പറഞ്ഞു, അതേ, എന്താ സംശയം? ഞാൻ പുരുഷന്മാരിലേക്കും നബിയാണ്, സ്ത്രീകളിലേക്കും നബിയാണ്. രണ്ടു കൂട്ടർക്കുമുള്ള നബി ഞാനാണ്. അല്ലാതെ പെണ്ണുങ്ങൾക്കായിട്ടൊരു വനിതാ മെമ്പർ നബി വന്നിട്ടില്ല. പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ നബി അല്ലാഹുവിന്റെ റസൂലാണ്. ഉടനെ ആ സ്ത്രീ പറഞ്ഞു, അതുകൊണ്ടാണ് ആമന്നാ ബിക വത്തബഅനാക യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങൾ തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും തങ്ങളെ സുന്നത്തിനെ പിൻപറ്റി ജീവിക്കുന്നതും അതുകൊണ്ടാണ്, ഞങ്ങൾക്കും കൂടി അങ്ങ് നബിയായതുകൊണ്ടാണ്. എന്നിട്ട് ആ മഹദി പറയാണ്, നഅനു മഹാശറൻ നിസാ, സ്ത്രീ സമൂഹമാകുന്ന ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട് നബിയേ. സ്ത്രീ സമൂഹമാകുന്ന ഞങ്ങൾ മഖ്സൂറാത്തുൻ മഖ്ദൂറാത്തുൻ ഖവാഇദ ബുയൂത്ത്. ഇന്ന് ചില ആളുകൾ പറയുന്ന അതേ പദം അന്ന് പ്രയോഗിച്ചു. ഞങ്ങൾ അടുക്കളയുടെ 4 ചുമരിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങി കഴിച്ചുകൂട്ടുന്നവരാണ്. ഖവാഇദ ബുയൂത്ത്, വീടുകളുടെ അകത്തളങ്ങളിൽ കഴിച്ചുകൂട്ടുന്നവരാണ് ഞങ്ങൾ. അന്തസ്സും തറവാടിത്തവുമുള്ള സ്ത്രീകളൊക്കെ അങ്ങനെയാണ്, അന്തർജനങ്ങളാണ്. ഉള്ളിൽ കഴിച്ചു കൂട്ടുന്ന ആളുകളാ, പുറത്തിറങ്ങാൻ ഇഷ്ടപ്പെടൂല പൊതുവെ. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പുറത്തിറങ്ങൂ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പുറത്തിറങ്ങൽ അവൾക്ക് യോജിച്ചതല്ല. അതുകൊണ്ടുണ്ടാകുന്ന ഫിത്നകളും കുഴപ്പങ്ങളും മുഴുവനും സ്ത്രീകൾക്ക് തന്നെയാണ് വർദ്ധിച്ചു വരുന്നത്. കടകളിലും ജ്വല്ലറികളിലും ഫാൻസി കടകളിലും അതുപോലെ സർവ്വ ഹോട്ടലുകളിലും 5 സ്റ്റാറുകളിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിലും എല്ലാ സ്ഥലത്തും ടെലിഫോൺ ബൂത്തുകളിലും മുഴുവനും പെൺകുട്ടികൾ നിറഞ്ഞപ്പോൾ പെൺവാണിഭം വർദ്ധിക്കുന്നു, തട്ടിക്കൊണ്ടുപോക്ക് വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ ആത്മഹത്യകൾ വർദ്ധിക്കുന്നു. സ്ത്രീകൾക്കുണ്ടാകുന്ന സ്ത്രീത്വത്തിനെതിരെ ഉണ്ടാകുന്ന സർവ്വ കോലാഹലങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകുന്നത് വീട് വിട്ട് പുറത്തിറങ്ങി ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോയിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഫിത്നകളാണ്. അല്ലേ? അതല്ലേ സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ. അതുകൊണ്ട് നബിയെ ഞങ്ങൾ വീട്ടിന്റെ അകത്തളങ്ങളിൽ കഴിച്ചുകൂട്ടുന്നവരാണ്. ഖവാഇദ ബുയൂത്ത്, വീടിന്റെ 4 ചുമരിന്റെ ഉള്ളിൽ കഴിച്ചുകൂട്ടുന്നവരാണ് ഞങ്ങൾ. മാത്രമല്ല പുരുഷന്മാരുടെ കാമവികാരങ്ങളെ തണുപ്പിച്ചു കൊടുക്കുന്നവരാണ് ഞങ്ങൾ. പുരുഷന്മാരുടെ വികാരങ്ങൾ തണുപ്പിച്ച് 4 ചുമരിന്റെ ഉള്ളിലായി കഴിച്ചുകൂട്ടുന്നവരാണ്. വഹാമിലാത്തു ഔലാദിഹിം, അവരെ മക്കളെ ഗർഭം ചുമക്കുന്നവരാണ്. അല്ലേ? ഞങ്ങൾ പുരുഷന്മാരുടെ വികാരം തീർത്തു കൊടുത്തും അവരെ മക്കളെ ഗർഭം ചുമന്നും 4 ചുമരിന്റെ ഉള്ളിൽ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി കഴിയുന്ന ആളുകളാണല്ലേ ഞങ്ങൾ. അന്ന് പറഞ്ഞു അസ്മാഉ ബിൻത് യസീദ്. ഇത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മഹദി ചോദിക്കുക. തുടർന്ന് പറയാണ്, ഇങ്ങനെയാണ് ഞങ്ങളെ സ്ഥിതി. ഞങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ കഴിച്ചുകൂട്ടുകയാണ്. കുഞ്ഞുങ്ങളെ ഗർഭം ചുമന്നും പ്രസവിച്ചും കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടിയും മക്കളെ പരിപാലിച്ചും 4 ചുമരിന്റെ ഉള്ളിൽ കഴിച്ചുകൂട്ടുന്നവരാണ് ഞങ്ങൾ. പക്ഷേ വഇന്ന റിജാല ഫുള്ളിലൂ ബിൽ ജമാഅത്ത്, പുരുഷന്മാർക്ക് ജമാഅത്ത് കൊണ്ട് ശ്രേഷ്ഠമാക്കപ്പെട്ടിരിക്കുന്നു. കൃത്യമായി പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കുന്നത് പുരുഷന്മാരാണ്. വലിയ പ്രതിഫലം കിട്ടുന്ന അമലാണ്, 27 ഇരട്ടി പ്രതിഫലം. ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന ജമാഅത്താകുമ്പോൾ പ്രതിഫലം വർദ്ധിക്കുന്നു. അങ്ങനെ വഇന്ന റിജാല ഫുള്ളിലൂ ബിൽ ജമാഅത്ത്, ജമാഅത്ത് കൊണ്ട് ശ്രേഷ്ഠമാക്കപ്പെട്ടത് പുരുഷന്മാരാണല്ലോ. നബിന്റെ കാലത്തും അങ്ങനെ തന്നെ ജമാഅത്തിന് കൃത്യമായി പോവാറുള്ളത് പുരുഷന്മാരാണ്. നബിന്റെ മുമ്പിലായി ചോദ്യം, അല്ല നിങ്ങളും വന്നോന്ന് നബി പറഞ്ഞില്ല. അവിടെ ഹദീസിൽ അങ്ങനെ കാണുന്നില്ല. പുരുഷന്മാരെ ജമാഅത്ത് കൊണ്ട് ശ്രേഷ്ഠമാക്കപ്പെട്ടിരിക്കുന്നു.
മാത്രമല്ല വൽ ജിഹാദ് വശുഹൂദിൽ ജനായിസ്, യുദ്ധത്തിൽ പങ്കെടുക്കലും പുരുഷന്മാരാണ്. മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുക്കുന്നതും മയ്യത്തിന്റെ കൂടെ നടക്കുന്നതും മയ്യത്ത് കബറടക്കുന്നതും അതൊക്കെ വമ്പിച്ച കൂലി കിട്ടുന്ന കാര്യമാണ്. അതൊക്കെ ചെയ്യുന്നത് പുരുഷന്മാരാണല്ലോ. മയ്യത്തിന്റെ കൂടെ നടന്നാൽ എത്ര പ്രതിഫലമാണ്, അവന്റെ ദോഷങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ്. നമുക്ക് അതിനൊക്കെ മടിയാണ്. നമുക്ക് നല്ല സൽക്കാരം ഇവിടെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പോകാൻ തരക്കേടില്ല. മരിച്ചോടത്ത് പോയിട്ടെന്താ? മയ്യത്തിന്റെ കൂടെ നടക്കുക, ഖബറടക്കുന്ന സമയത്ത് അവിടെ കാത്തിരിക്കുക, മയ്യത്തിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുക, ദുആ ചെയ്യുക, യാസീനിൽ പങ്കെടുക്കുക, മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുക. വമ്പിച്ച പ്രതിഫലം കിട്ടുന്ന അമലാണ്. നാളെ നമുക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടി ചെയ്യാൻ ആളുകൾ ഉണ്ടാവുകയുള്ളൂ. അതിനൊന്നും ആളില്ല. മരിച്ചാൽ അടുത്ത ബന്ധുക്കൾ മാത്രം ഒരു 10-15 ആള്. അത് ഞാൻ ഏറ്റവും ഉഷാറ് കണ്ടത് എന്റെ മലപ്പുറം ജില്ലയിലാണ്. ഒരു നാട്ടിലൊരു മരണം ഉണ്ടെങ്കിൽ ആ നാട്ടിലൊരൊറ്റ കുട്ടിയില്ലാതെ പങ്കെടുത്തിട്ടുണ്ടോ? അന്ന് ആരും പണിക്കൊന്നും പോകില്ല. എല്ലാവരും ആ മയ്യത്ത് മറണിയിട്ട് ബാക്കി കാര്യമുള്ളൂ. ഇന്നും നമ്മുടെ നാട്ടിലൊക്കെ ആ വിഷയത്തിൽ ഉഷാറാണ്. മറ്റു പല കാര്യത്തിലും നിങ്ങളാ ഉഷാറ്. ഇവിടെ പലപ്പോഴും കുറഞ്ഞ ആളുകൾ, അതിപ്പോ കൂലിട്ടാൻ വേണ്ടി പോകുന്നല്ല, ആ പുതിയാപ്പളിന്റെ വാപ്പയാണ്. പുതിയാപ്പള എന്തേലും വിചാരിക്കൂലേ നമ്മൾ നേരത്തെ പോന്നാല്? അതിനെന്ത് കൂലിയാ കിട്ടുക? പുതിയാപ്പളെ വിചാരിക്കൂല എന്നുള്ളൊരു ഗുണം മാത്രം കിട്ടും. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബന്ധം വിചാരിച്ചിട്ട് പോയിട്ടൊന്നും ചെയ്യുന്നത് ആഖിറത്തിനും വേണ്ടി ചെയ്യണം. ആ നിയ്യത്തുണ്ടെങ്കിൽ ഇതിനൊക്കെ വമ്പിച്ച കൂലിയാണ്. ഒരുപാട് ദോഷം നമുക്കുണ്ട്, അതൊക്കെ പൊറുക്കപ്പെടും. ശുഹൂദുൽ ജനായിസി, മയ്യത്തിന്റെ പരിപാലനത്തിൽ പങ്കെടുക്കുന്നതും മയ്യത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുരുഷന്മാർക്കാണ്. ജിഹാദ് പുരുഷന്മാർക്കാണ്. അഫനുശാരിക്കും ഫിൽ അജ്രി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ പ്രതിഫലത്തിൽ ഞങ്ങൾ അവരോട് കൂറാകുമോ? ഞങ്ങൾക്ക് നാളെ സ്വർഗത്തിൽ പുരുഷന്മാർ ഒപ്പത്തിനൊപ്പം എത്താൻ കഴിയോ നബിയെ? പുരുഷന്മാരെ കൂടെ സ്വർഗത്തേക്ക് ഞങ്ങൾക്കും പോണ്ടേ? ജമാഅത്തിന് അവർ പോകുന്നു, ജിഹാദിന് അവർ പോകുന്നു, മയ്യത്ത് പരിപാലനത്തിൽ അവർ പങ്കെടുക്കുന്നു, പൊതുപ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ പുരുഷന്മാർക്കാണ്. അഫനുശാരിക്കുഹും ഫിൽ അജ്രി യാ റസൂലല്ലാഹ്, ഞങ്ങൾ അവരുമായി പ്രതിഫലത്തിൽ തുല്യമാകുമോ നബിയേ? നല്ല ചോദ്യമല്ലേ? ആ ചോദ്യത്തിന്റെ ആ ശൈലിയൊക്കെ നിങ്ങൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നബിയല്ലേ എന്നൊക്കെയാണ് ചോദിച്ചു തുടങ്ങിയിട്ട് പുരുഷന്മാർക്ക് ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്. ഞങ്ങൾ ഇതാ വീട്ടിൽ ഇങ്ങനെ 4 ചുമരിന്റെ ഉള്ളിൽ കുട്ടികളെ പോറ്റി പ്രസവിച്ചും കുട്ടികൾക്ക് മുലപ്പാൽ കൊടുത്തും കൂടുകയാണ്. ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടൂലേ? പുരുഷന്മാരുടെ ഒപ്പത്തിനൊപ്പത്താൻ കഴിയോ ഞങ്ങൾക്ക് നാളെ? ഉടനെ അള്ളാന്റെ റസൂൽ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് നോക്കൂ നിങ്ങൾ. അള്ളാഹുന്റെ റസൂൽ സഹാബത്തിനെ കൊള്ള തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഹൽ സമിഅതും മഖാലത ഇംറാത്തിൻ അഹ്സന സുആലൻ അൻ ദീനിഹാ മിൻ ഹാദിഹി ശഫീഉനാ റസൂലുള്ളാഹി. ഹൽ സമയത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിന്റെ മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മക്കാലത്ത് ഇംറാത്തിന്, ഒരു പെണ്ണിന്റെ ചോദ്യം. ഒരു പെണ്ണ് ഇതുപോലത്തെ ഭംഗിയായ ചോദ്യം അവളെ ദീനിനെ പറ്റി ചോദിക്കുന്നത് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സഹാബത്ത് പറഞ്ഞില്ല നബിയെ, നല്ല ചോദ്യമായത്, നല്ല ചോദ്യമാണ്. ഇത്ര ഭംഗിയായ ഒരു ക്വസ്റ്റ്യൻ, ഇത്ര ഭംഗിയായ ഒരു ചോദ്യം മുമ്പ് ഒരു പെണ്ണ് ചോദിച്ചു ഞങ്ങൾ കേട്ടിട്ടില്ല. ഉടനെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, ആ അസ്മാനെ വിളിച്ചുകൊണ്ട് യാ അസ്മാ, പ്രിയപ്പെട്ട അസ്മാ എന്ന് വിളിച്ചുകൊണ്ട് നബി തങ്ങൾ പറയുകയാണ്, ഇന്ന ഹുസ്ന തബഉലി ഇദാകുന്ന ലിസൗജിഹാ വതലബുഹാ ലിമർളാതിഹി വത്തിബഉഹാ ലിമുവാഫഖതിഹി യഅദിലു കുല്ലമാ ദകർത ലിർരിജാൽ. നല്ലപോലെ ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ. ഇന്ന ഹുസ്ന തബഉലി ഇദാകുന്ന ലിസൗജിഹാ, നിങ്ങളിൽപ്പെട്ട ഒരു പെണ്ണ്, അസ്മായെ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു പെണ്ണ് തന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കളിതമാശകളിൽ ഏർപ്പെടുന്നതും ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കളിതമാശകളിൽ ഏർപ്പെടുന്നതും വത്വലബുഹാരി മർളാതിഹി, ഭർത്താവിന്റെ തൃപ്തിയെ ആഗ്രഹിക്കുന്നതും വത്തിബഉഹാലി മുവാഫഖതിഹി, ഭർത്താവിനോട് യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതും യഅദിലുമാ കുല്ലമാ ദകർതി ലിർരിജാലി, പുരുഷന്മാർക്ക് പറഞ്ഞ ജമാഅത്ത് ജുമുഅ, അതുപോലെ മയ്യത്ത് പരിപാലനം, ജിഹാദ് തുടങ്ങിയിട്ടുള്ള സർവ്വ കാര്യങ്ങളോടും ഒപ്പത്തിനൊപ്പമെത്താൻ ഇതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ യുദ്ധത്തിന് പോകണ്ട, ശരീഅത്തിൽ ചോരയാക്കണ്ട, കഷ്ടപ്പെടണ്ട, 5 നേരം കൃത്യമായി ജമാഅത്തിന് പള്ളിയിൽ പോവണ്ട, മയ്യത്തിന്റെ കൂടെ നടക്കണ്ട, തൽക്കീനും തസ്ബീത്തും ചെല്ലാൻ പോവണ്ട. അതൊന്നും ചെയ്യാതെ ഭർത്താവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഭർത്താവിനോട് യോജിച്ചുകൊണ്ട് മുന്നേറുക.
ഭർത്താവിന്റെ സന്തോഷത്തിന് വേണ്ടി കളി വിനോദങ്ങളിൽ ഏർപ്പെടുക. ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന്, ഈ പുരുഷന്മാരുടെ ദറജ കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ ഫൻസറഫത്ത് അസ്മാഉ വഹിയ തുഹല്ലിലു വതുകബ്ബിറു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അസ്മാ തിരിച്ചുപോയി സന്തോഷം കൊണ്ട് തക്ബീർ ചൊല്ലി. സന്തോഷം കൊണ്ട് തക്ബീർ ചൊല്ലിയിട്ട് അസ്മാ കടന്നു പോവുകയാണ്. കാരണം അടുക്കളയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ, 4 ചുമരിന്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ തന്റെ ഭർത്താവിനെ സന്തോഷിപ്പിച്ച്, ഭർത്താവിനോടുകൂടെ യോജിച്ച് പ്രവർത്തിച്ച്, ഭർത്താവിനിക്ക് വഴിപ്പെട്ടുകൊണ്ടൊരു പെണ്ണ് ജീവിച്ചാൽ ജമാഅത്തിന് പോകുന്ന പുരുഷന്മാരുടെ, മയ്യത്തിന്റെ കൂടെ പോകുന്ന പുരുഷന്മാരുടെ, യുദ്ധത്തിന് പോകുന്ന പുരുഷന്മാർക്ക് കിട്ടുന്ന കൂലി കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹോദരിമാരെ അറിയിക്കുകയാണ്. എത്ര എളുപ്പമാണ് അവർക്ക് പുണ്യം വാരിക്കൂട്ടി വലിയ ദർജയിലെത്താൻ. പക്ഷേ നബി നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, വഖലീലും മിൻകുന്ന മയ്യഫലുഹു, നിങ്ങളെ കൂട്ടത്തിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന പെണ്ണുങ്ങൾ വളരെ കുറവാട്ടോ. സംഗതി വളരെ എളുപ്പമാണ്. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ സ്വർഗം വാങ്ങാൻ പറ്റുന്ന ആളുകൾ വളരെ കുറവാണ്. ബാക്കി എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിലും പുതിയാപ്പളിനനുസരിക്കൂല. മൂപ്പര് പറഞ്ഞതിനെതിരെ പറയുള്ളൂ. കേക്കോട്ട് പറഞ്ഞാൽ വടക്കോട്ടേ പോകും. ഞാനുണ്ടാവും. അത് പിന്നെ ഈ ബാത്ത് ചെയ്തിട്ട് കാര്യമില്ല. ഭർത്താവിനോടുള്ള ഹക്ക് വീട്ടിയെങ്കിലേ അള്ളാഹിനോടുള്ള ഹക്ക് വിട്ടുള്ളൂ. നോക്കി, നിങ്ങൾ നിസ്കാരം കൃത്യമായി നിസ്കരിക്കും, റമളാൻ മാസം നോമ്പ് വെൽക്കും, സദക്ക കൊടുക്കും, വയലിന്റെ മജ്‌ലിസിലേക്കൊക്കെ വലിയ സംഭാവനകൾ ഒക്കെ ഉണ്ടാവും. പുതിയാപ്പളന്റെ മനസ്സിലൊരു സ്ഥാനം ഉണ്ടാവില്ല. പൊന്നാർ ഉസ്താദെ അവളെ ഖുർആനോത്തും നിസ്കാരം നോക്കണ്ട, എന്നോട് പറയണ ഓരോ വർത്താനം കേൾക്കണ്ടേ. അതാണ് അവിടെ കഴിഞ്ഞ്, അതോടുകൂടെ തീർന്ന്. പിന്നെ ഒരു ഗുണവും എടുത്തു പറയാനില്ല. അതാ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ അങ്ങനെ സ്വർഗം വാങ്ങാൻ പറ്റുന്ന ആളുകൾ വളരെ കുറവാ. 4 ചുമരിന്റെ ഉള്ളിൽ നിന്ന് സമ്പാദിക്കാൻ പറ്റിയ വലിയ ദർജയാണത്. പക്ഷെ അതിന് സാധിക്കുന്ന ആളുകൾ വളരെ കുറവാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു അത് സാധിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ സഹോദരിമാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിശുദ്ധ ഖുർആനും പഠിപ്പിക്കുന്ന ഒന്നാമത്തത്, ഭർത്താവിന് വഴിപ്പെടുക. അത് മറക്കണ്ട. ഒന്നതാണ്. രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരികയാണ്. അതിനു മുമ്പ് ഒരൊറ്റ ഹദീസും കൂടി ചുരുക്കി കേൾപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഗ്രഹണ നിസ്കാരത്തിന് ഇമാമായി നിന്നു. സൂര്യഗ്രഹണ നിസ്കാരം. ആ സൂര്യഗ്രഹണ നിസ്കാരത്തിന് ഇമാമായി നിൽക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ മിഹ്റാബിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്തോ സാധനം എടുക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നത് പോലെ പ്രവാചകൻ മുന്നോട്ട് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പേടിച്ചുകൊണ്ട് പിന്മാറുന്നത് പോലെ പിറകോട്ട് മാറി. സഹാബത്തിനൊന്നും മനസ്സിലായില്ല. നിസ്കാരമെല്ലാം ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, തങ്ങൾ എന്താണ് നിസ്കാരത്തിൽ മുന്നോട്ട് നടക്കുന്നത് ഞാൻ കണ്ടു, ബേക്കോട്ട് നടക്കുന്നതും ഞാൻ കണ്ടല്ലോ, എന്ത് പറ്റി നബിയെ നിസ്കാരത്തിൽ? അള്ളാന്റെ റസൂല് പറയുന്നു, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, സ്വഹാബത്തെ, ഞാൻ നിങ്ങൾക്ക് ഇമാമായി മിഹ്റാബിൽ നിൽക്കുമ്പോൾ അള്ളാഹു സ്വർഗം എന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. ഞാൻ ശരിക്ക് സ്വർഗം ഇങ്ങനെ കണ്ടു. ഇന്നത് പറഞ്ഞാൽ പ്രയാസമല്ല. ഇനി നമ്മൾ ലൈവായിട്ട് കാണുന്നുണ്ടല്ലോ, അമേരിക്കയിലും റഷ്യയിലും ഫ്രാൻസിലും നടക്കുന്നത്. എവിടെ നടക്കുന്ന കളിയും നമ്മളെ ബെഡ്റൂമിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ സ്വർഗം ഇങ്ങനെ കാണിച്ചു കൊടുത്തു. സ്വർഗം കണ്ടപ്പോൾ, അതിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു മുന്തിരിക്കുല കണ്ടപ്പോൾ അതെന്റെ തൊട്ടു മുമ്പിലായി എനിക്ക് തോന്നി. ആ മുന്തിരിക്കുല കണ്ടപ്പോൾ എനിക്ക് ആശയുണ്ടായി. അത് പറിച്ചെടുക്കാനും നിങ്ങൾക്കൊക്കെ വിതരണം ചെയ്യാനും ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ആ മുന്തിരിക്കുല പറിച്ചെടുക്കാൻ വേണ്ടി ഞാൻ മുൻപോട്ട് നടന്നതാണ് സഹാബത്തെ. ശഫീഉനാ റസൂലുള്ളാഹി